കേട്ടതും. ആൻറ്റി ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറി, ലേഡീസ് മിനിസ്ട്രിയുടെ സെക്രട്ടറിയാണ്. അതുമാത്രമല്ല ആൻറ്റി കളമശ്ശേരി ഫെയ്ത്ത് സിറ്റി ചർച്ച് സീനിയർ പാസ്റ്റർ ബാബു ജോണിന്റെ വൈഫാണ്, പാസ്റ്റർ സിസി ബാബു ജോൺ. അതിലുപരിയായിട്ട് ആന്റി രാവിലത്തെ എല്ലാ ദിവസവും രാവിലെ ഒരു മോർണിംഗ് ഡിവോഷൻ അവർക്കുണ്ട്. അതിൽ ആന്റി മെയിനായിട്ട് ആ ഡിവോഷനിലും ആന്റിയാണ് അത് മെയിനായിട്ട് അത് ലീഡ് ചെയ്യുന്നത്. ആന്റിയെ കുറിച്ച് പല കാര്യങ്ങളും കേൾക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ മധ്യത്തിന്മേൽ ഇന്ന് രാത്രികാലം മെസ്സേജ് പറയാനായി കടന്നു വന്നതിൽ ആന്റിയെ ഞങ്ങൾ അധികമായി ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു. ആന്റി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. ഞങ്ങളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ആയിരിക്കുന്നത്. ദൈവം ഇന്ന് രാത്രികാലം ആന്റിയെ ധാരാളമായി യൂസ് ചെയ്യട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ഇന്ന് രാത്രികാലം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുന്നു. മെസ്സേജിന് വേണ്ടിയിട്ട് ആന്റിയെ ഈ നിമിഷം ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. Praise Lord. Am I audible? കേൾക്കാമല്ലോ? Yes. Okay. Praise God. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സമയം നിങ്ങളുടെ മധ്യമായിരിക്കാൻ കൊണ്ടും ദൈവം എന്റെ ജീവിതത്തിൽ തന്ന സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രേംകുമാർ 2019 DNLFന്റെ പാസ്റ്ററായിട്ട് ദോഹയിലായിരുന്നപ്പോൾ ആ ചേർച്ചിൽ തന്നെ 4 ദിവസം മീറ്റിംഗ്സ് സഹോദരിമാർക്ക് വേണ്ടത് വളരെ വാസ്റ്റായിട്ട് പല ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ദോഹയില് 10 ദിവസം ഞാൻ നിന്നു. ആ ദിവസങ്ങളിലൊക്കെ വളരെ നല്ല ബലപ്പെടുത്തുന്ന ആത്മീയ കൂട്ടായ്മകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കാനിടയായി. ഞങ്ങൾ അന്ന് ചെന്നപ്പം പാസിന്റെ പ്രിയപ്പെട്ടവള് ജെസ്സി അവിടെ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു. പാസിനെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്ക് എപ്പോഴും ചിരിക്കുന്ന ഒരു നല്ല പാസിനെ കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഭാഗ്യമുള്ളവരാ കേട്ടോ. പ്രൈസ് ഗോഡ്. എനിക്ക് പാസ്റ്റർ ഒരു സഹോദരനെ പോലെ ഞാൻ അവിടെ നിന്ന സമയം വളരെ കംഫർട്ടായിരുന്നു എല്ലാ വിധത്തിലും. ഈ മിനിസ്ട്രിയുടെ ലേഡീസ് മിനിസ്ട്രിയുടെ ചുമതല വഹിക്കുന്ന അതിന്റെ സെക്രട്ടറി ഫേബ നെൽസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടിയ കൊയറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും നല്ലതായിട്ട് എങ്ങനെയാ മലയാളം പറഞ്ഞ് പാടുന്നതെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൃപ ലഭിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾക്ക് ആ ഒരു കൃപ ദൈവം തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ആ ദേവദാസിയെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, സിസ്റ്റർ സ്മിത. എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ മേല, ഞാൻ എന്നെ തന്നെ കണ്ടോണ്ടിരുന്ന ഇവിടെ പറയുന്നത്. എനിക്ക് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സിഡ്നിയിലുള്ള എൻ്റെ മോള് കയറി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, നമുക്ക് അധികം ഇൻട്രഡക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ദൈവം തന്ന സമയം ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കണം. പ്രൈസ് ഗോഡ്. തുടങ്ങിയപ്പോൾ മുതല് ഹല്ലേലൂയ പാടിയ കുഞ്ഞുങ്ങളും പറഞ്ഞു, ഫേബയൊക്കെ പറഞ്ഞു, നമ്മൾ ദൈവ സാന്നിധ്യം നമ്മൾ ഇരിക്കുന്ന ഇടത്ത് അനുഭവിപ്പാനിടയാകണം. ദ പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്നത് ദൈവത്തിന്റെ പ്രസൻസാ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയും, എല്ലാവർക്കും ദൈവത്തിന്റെ പ്രസൻസ് കിട്ടാൻ ഇഷ്ടമാണ്, സമ്മാനങ്ങൾ കിട്ടാൻ ഇഷ്ടമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ അവന്റെ ആ സാന്നിധ്യം, ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിന് ബലഹീനത ഉണ്ടെങ്കിലും അവന്റെ സാന്നിധ്യത്തിൽ നാം ഇരിക്കുമ്പോൾ അവൻ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം. ആ നല്ല ദൈവത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രിയിലും നിങ്ങളോട് ഏത് വാക്യം എടുക്കണം, ഏത് മെസ്സേജ് തരണം എനിക്കറിയാമായിരുന്നു. സഹോദരിമാർക്ക് പറ്റിയ ഒരു മെസ്സേജ് തന്നെ ചെയ്യാമെന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ പകലും വൈകിട്ടും ഒന്നും വീട്ടിലില്ലായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് വളരെ ടയർഡായിരുന്നു. ഞാൻ ഒത്തിരി താമസിച്ചാണ് കിടന്നുറങ്ങിയത്. ഇന്ന് പലവട്ടം എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചു നേരം കിടക്കെ, ഞങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചോളാം. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം എനിക്ക് തന്ന ദൂത്, പ്ലീസ് ഗോഡ്, അത് എന്നോടും കൂടെയുള്ള ദൂതായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടാണ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തത്. ദൈവമക്കളെ, അതിനായിട്ട് നമുക്ക് സങ്കീർത്തനം 56-ന്റെ 8-ാം വാക്യം ഞാൻ തന്നെ വായിച്ചു മുന്നോട്ട് പോയിക്കൊള്ളാം. ഇല്ലെങ്കിൽ സമയം അത്രയും കൂടെ നമുക്ക് ലാഭിക്കാമല്ലോ. 56-ന്റെ 8 ഇങ്ങനെ പറയുന്നത്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. പ്രൈസ് ഗോഡ്. നമ്മൾ അതിന് ഉത്തരം അങ്ങ് പറയണം. എല്ലാം പോസിറ്റീവായിട്ട് അതിന് ഉത്തരം അങ്ങ് പറഞ്ഞോണം. ഹല്ലേലൂയ. ഈ ദൈവസാന്നിധ്യത്തിൽ നിന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഒരു 6 കൂട്ടം കാര്യം
നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം നമ്മുടെയും ജീവിതത്തിൽ അത് നമ്മൾ പ്രാപിക്കണം. കേൾക്കുന്ന വചനത്തോടൊപ്പം ദൈവസാന്നിധ്യം, ദൈവത്തിന്റെ വചനം നമ്മുടെ മേൽ വന്ന് വീണ് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള 6 കാര്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ആദ്യം ഒരു ടീച്ചിങ് പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൂതുകൾ ഞാൻ എപ്രകാരം പറഞ്ഞുകൊള്ളാം. ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം, ഒരു വ്യത്യാസം നടക്കണം. പ്രൈസ് ഗോഡ്. അതായത് ദൈവം ഒരു വീട്ടിൽ വന്നാൽ, ദൈവം ഒരുവന്റെ ഹൃദയത്തിൽ വന്നാൽ ആ വീടിന് ഒരു മാനസാന്തരം നടക്കും. ആ വീടിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, നമ്മൾ ദൈവം വസിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു, നമ്മൾ ദൈവം വസിക്കുന്ന മന്ദിരമാ. നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കണം? ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ഒത്തിരി മീറ്റിംഗ്സും നമുക്ക് ഒത്തിരി വചനങ്ങളും കേൾക്കാനുള്ളത് കൊണ്ട് എന്തുമാത്രം വചനമാണ് കേൾക്കുന്നത്. എന്നാൽ എത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ റെഫറൻസിന് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 29. ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. ചുങ്കക്കാരും പാപികളും ഒക്കെ ആ വീട്ടിൽ വന്നു. അവിടെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നു അവരിലൊക്കെ. അപ്പോൾ ദൈവം ഒരു ഭവനത്തിൽ വന്നാൽ, നമ്മൾ ഇരിക്കുന്ന മുറിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വന്നാൽ, ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. പ്ലീസ് ഗോഡ്. വെളിപ്പാട് പുസ്തകത്തിലെ എല്ലാ സഭയുടെയും ഗുണങ്ങൾ പറയുന്നുണ്ടെങ്കിലും എല്ലാ സഭയുടെയും കുറവുകൾ പറയുന്നുണ്ട്. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. നമ്മൾ മരിക്കുന്നതിന്റെ ആ നിമിഷത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാനായിട്ട് കാണും സംഗതികൾ. കാരണം ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ, കേൾക്കപ്പെട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും എന്ന് പറയുന്നത് പോലെ, കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിൽ നാം നമ്മെ തന്നെ ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. രണ്ടാമത്, ദൈവം ഒരു ഭവനത്തിൽ വന്നാൽ ആ ഭവനത്തിനകത്തുള്ളവരുടെ വീട്ടിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ വരും. കർത്താവെ, എൻ്റെ ഈ കഷ്ടപ്പാട് ഇന്ന് തീരും. കർത്താവെ, അവരുടെ ആ വിഷയത്തിനൊക്കെ മറുപടി കിട്ടിയല്ലോ, എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്നെ കൊണ്ട് ഇത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. റെഫറൻസ് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-29. ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരാ. പ്രൈസ് ഗോഡ്. എന്നാൽ പ്രൈസ് ഗോഡ്, ആ ബാലന്റെ അശുദ്ധാത്മാവിനെ ശാസിച്ചകറ്റുവാൻ ഈ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ദൈവം അവർക്ക് അധികാരമൊക്കെ കൊടുത്തതാ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്വകാര്യമായിട്ട് ചെന്ന് യേശുവിനോട് ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത്? അപ്പൊ യേശു അതിന് ഉത്തരം കൊടുത്തു. യേശു കൊടുത്ത ഉത്തരം എന്തുവാ? പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. അപ്പോൾ രണ്ടാമത് യേശു ഒരു ഭവനത്തിൽ വന്നാൽ ആ ഭവനത്തിലെ ചില വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒരു വിഷയം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നീ നിന്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ, പ്രിയ ദൈവപൈതലേ, പരിശുദ്ധാത്മാവ് തുടക്കത്തിലെ പറയുവാണ്, നിന്റെ ആ വിഷയത്തിനുള്ള ഉത്തരം ഹല്ലേലൂയ 1 മണിക്കൂർ നേരത്തെ ഈ മെസ്സേജിനകത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്നിരിക്കും. പ്രൈസ് ഗോഡ്. മൂന്നാമത്, ഏത് വീട്ടിൽ യേശു വരുന്നോ, ഏത് മുറിയിൽ യേശു വരുന്നോ, ഏത് വ്യക്തിയുടെ അടുത്ത് യേശു വരുന്നോ, ആ ഭവനത്തിൽ സൗഖ്യം നടന്നിരിക്കും. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, പത്രോസിന്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടക്കുകയായിരുന്നു. യേശു അവിടെ ചെന്നു. ഹല്ലേലൂയ. യേശു അവളുടെ കൈ തൊട്ടു, അവൾ എഴുന്നേറ്റു. അതായത് അവളുടെ പനി മാറി, അവളുടെ ജ്വരം മാറി. പ്രൈസ് ഗോഡ്. അവനെ ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, ശരീരത്തിൽ ഏതെങ്കിലും ക്ലേശം അനുഭവിച്ച്, ഭാരം അനുഭവിച്ച്, വേദന അനുഭവിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം, പ്രൈസ് ഗോഡ്, അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി എന്നാ പറയുന്നത്. അവൻ വചനമയച്ചവരെ വിടുവിച്ചു എന്നാ പറയുന്നത്. പ്രൈസ് ഗോഡ്. കേൾക്കുന്ന വചനം നമ്മളെ സൗഖ്യമാക്കുന്നതാ, നമ്മളെ ഉദ്ധരിക്കുന്നതാ, കുനിയിരിക്കുന്ന നമ്മളെ നിവർത്തുന്ന വചനമാ. അപ്പോൾ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം കൊണ്ടുവരും. അടുത്തത്, നാലാമത്, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ചില കഥനങ്ങള്, നമ്മുടെ ഹൃദയത്തിന്റെ ചില ദുഃഖങ്ങള്, മറ്റുള്ളവരാരും മനസ്സിലാക്കാതെ നാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ചില ദുഃഖങ്ങള്, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം,
ഒരിക്കലും ഈ ദുഃഖം ഇനി മാറാൻ പോകുന്നില്ല എന്ന് വിശ്വസിച്ച് മനസ്സിൽ ഉറച്ചിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, യേശു വന്നാൽ പ്രൈസ് ഗോഡ് നിന്റെ ദുഃഖം മാറും, പ്രൈസ് ഗോഡ് നിന്റെ കഥനം മാറും. പ്രൈസ് ഗോഡ്, നമുക്കറിയാം ലാസറിന്റെ ഭവനത്തില് യേശു കടന്നു ചെന്നു അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കലങ്ങി സങ്കടപ്പെട്ടിരുന്ന മാർത്തയുടെയും മറിയുടെയും സങ്കടം മാറിയില്ലേ? അവരുടെ ദുഃഖം മാറിയില്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അഞ്ചാമത്, ഞാൻ 6 എടുത്തിട്ടുള്ളൂ കേട്ടോ, 6 ഉള്ളു ഇന്ന് നിങ്ങളോട് പറയാനിവിടെ. പ്രൈസ് ഗോഡ്. അടുത്തത്, യേശു ഒരു ഭവനത്തിൽ വന്നാൽ ആ ഭവനത്തിലെ കുറവ് എന്റെ യേശു പരിഹരിക്കും. പ്രൈസ് ഗോഡ്. അതും നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് നമ്മൾ കാണുന്നു, കാനാവിലെ കല്യാണത്തിന് യേശു ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രൈസ് ഗോഡ് അവിടെയുള്ള കുറവ് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ ദൈവമക്കളെ, നമുക്കെല്ലാം അറിയാം. ആ കുറവ് ദൈവം പരിഹരിച്ചു. ഒരെണ്ണം കൂടെ പറയാം. പ്രൈസ് ഗോഡ്. യേശു ഒരു ഭവനത്തിൽ വന്നാൽ ആ വീട്ടിന് രക്ഷയുണ്ട്. നമ്മൾ രക്ഷ എന്ന് പറയുമ്പം എപ്പോഴും ആ സാൽവേഷൻ, അതെ, ആത്മാവിന്റെ രക്ഷ അതുണ്ട്. എന്നാൽ ഏത് വിഷയത്തിൽ ഡെലിവറൻസ്, ഏത് വിഷയത്തിൽ ഒരു വിടുതല്, ഏത് വിഷയത്തിനകത്തുനിന്ന് ദൈവ പൈതൽ ഒരു ജയമെടുത്ത് പുറത്തു വരണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവോ, അത് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ യേശു ഒരു ഭവനത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമില് നമ്മൾ 2 കൂട്ടരും ഇരിക്കുന്നത് ഹല്ലേലൂയ ഡിഫറെന്റ് ടൈം സോണിലാ. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ സർവജ്ഞാനിയായ സർവവ്യാപിയായ നമ്മുടെ ദൈവം പ്രൈസ് ഗോഡ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇരിക്കുന്നിടത്തുണ്ട്. അവൻ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. അവൻ നമ്മുടെ അവസ്ഥകൾ നല്ലവണ്ണം അറിയാം. അതാ നമ്മുടെ വാക്യം പറയുന്നത്, അവൻ നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്നു. എന്തോ ഉഴൽച്ച എന്ന് പറഞ്ഞാല്? പ്രൈസ് ഗോഡ്, നമ്മുടെ മിസറീസ്. ചില വേർഷൻ പറയുന്നത് സോറോസ് എന്നാണ്. നമ്മുടെ മിസറീസ് അവൻ എണ്ണുന്നു. പ്രൈസ് ഗോഡ്. നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും നിന്റെ മിസറി, ദാറ്റ് മീൻസ് ഫോർ വാട്ട് എവർ തിങ് യു ആർ ബീൻ മിസറബിൾ, ഏത് കാര്യത്തിലാ കുഞ്ഞെ നീ മിസറബിൾ ആയിരിക്കുന്നത്, നീ ദുരിതം അനുഭവിക്കുന്നത്, നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, നീ കഷ്ടത അനുഭവിക്കുന്നത്, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിന് വിടുതൽ തരുവാൻ കഴിവുള്ളവന്റെ മുമ്പിലാ നാം ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവൻ നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. പ്രൈസ് ഗോഡ്. അതിദുഃഖം, എക്സ്ട്രീം പെയിൻ, കലാമിറ്റീസ്, ഇതൊന്നുമില്ലേലും ഇന്ന് പകൽക്കാലം എന്റെ കഷ്ടപ്പാട് കാണാൻ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, ഹല്ലേലൂയ, നിന്റെ കഷ്ടപ്പാട് അവൻ കാണുക മാത്രമല്ല, പ്രൈസ് ഗോഡ്, ആ കഷ്ടപ്പാടിന്റെ ഡിഗ്രി അവൻ അറിയാം. ഹല്ലേലൂയ. ഏതൊക്കെ മണ്ഡലങ്ങളിൽ, ഏതൊക്കെ മേഖലകളിൽ നീ കഷ്ടത അനുഭവിക്കുന്നുണ്ടെന്ന് അവൻ അറിയാം. പ്രൈസ് ഗോഡ്. നിന്റെ കൂടെ കിടക്കുന്നവർക്ക് പോലും ഒരേ റൂഫിനടിയിലാണ് താമസിക്കുന്നത് എന്ന് വെച്ചാൽ പോലും അവിടെയുള്ള ആർക്കും മനസ്സിലാകാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, നിന്റെ കഷ്ടത, നിന്റെ വേദന, നിന്റെ ഹൃദയത്തിന്റെ വിങ്ങല്, നിന്റെ നീറ്റല്, നിന്റെ ബുദ്ധിമുട്ടറിയുന്ന ഒരു വലിയ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നീ ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ വാക്യത്തിന്റെ. അതിങ്ങനെ പറയുന്നത്, യു കീപ് ട്രാക്ക് ഓഫ് all my sorrows. Hallelujah. You keep track of all my sorrows. കർത്താവിന്റെ കണ്ണ് നിന്റെ മേൽ തന്നെ ഉണ്ട്. എങ്കിലേ ആ ട്രാക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ആപ്പിൽ കൂടെ ഫ്ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഹല്ലേലൂയ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് നേരെ സിഡ്നിക്ക് പോവാണെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്ത് നമുക്കറിയാം. ഹല്ലേലൂയ പോകുന്നു. ഇപ്പൊ എവിടാണ്, കടലിന്റെ മുമ്പുകളിലാണോ എവിടെ മുകളിലാണൊക്കെ നമുക്കറിയാം. അതുപോലെ ഹല്ലേലൂയ, യു കീപ് ട്രാക്ക് ഓഫ് ഓൾ മൈ സോറോസ്. നോട്ട് വൺ സോറോ, ടു സോറോസ്, all sorrows. You have collected all my tears in your bottle. You have recorded each one in your book. ഞാൻ ഈ വാക്യം വായിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവപ്പച്ച, നിന്റെ കയ്യിൽ ഒരു പുസ്തകവുമുണ്ട്, നിന്റെ കയ്യിൽ ഒരു കുപ്പിയുമുണ്ട്, പിന്നെ എന്തിനാ കുഞ്ഞുങ്ങളെ ഭാരപ്പെടുന്നത്? എന്റെ യേശുപ്പച്ചന്റെ കയ്യില് പ്രൈസ് ഗോഡ് ഒരു പുസ്തകമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ. പുസ്തകം എന്ന് തന്നെ അവിടെ പറയുന്നുണ്ടല്ലേ. ദൈവത്തിന്റെ കയ്യിൽ ഒരു പുസ്തകവുമുണ്ട്, ഒരു ബോട്ടിലുമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കണ്ണുനീരൊക്കെ ആ ബോട്ടില്, ആ തുരുത്തിയില് കർത്താവ് കളക്ട് ചെയ്ത് വെക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനേക സഹോദരിമാര് കരഞ്ഞവര്
ബൈബിളിലുണ്ട്. എന്നാൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നമ്മുടെ നാവ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ദുരിതങ്ങൾ, അതായത് നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പറ്റാത്തത് പോലും പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ കരച്ചിൽ കൊണ്ട്, നമ്മുടെ കണ്ണുനീര് കൊണ്ട് പ്രൈസ് ഗോഡ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയും. ചില സമയത്ത് ജീവിതത്തിൽ തോന്നിയിട്ടില്ലേ, എവിടെയെങ്കിലും പോയി മാറിയിരുന്നു ഒന്ന് കരയണമെന്ന്. ജീവിതത്തിലെ ചില വിഷയങ്ങൾ, ചില ഭാരമേറിയ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഹല്ലേലൂയ സഭാ ചാർജിൽ ഇരിക്കുന്നത് കൊണ്ട് 800 പേരുള്ള വലിയൊരു സഭയാണ് ഞങ്ങളുടേത്. പ്രൈസ് ഗോഡ്. പലവരുടെ വിഷയങ്ങൾ, പല കാര്യങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പോയിരുന്ന് വാവിട്ട് നിലവിളിക്കും. എന്തോ ഒരു ആശ്വാസം അത് കഴിയുമ്പോൾ. കണ്ണുനീര് തരുന്ന ആശ്വാസം വലുതാ. വെറുതെ കരയുന്നതല്ല കേട്ടോ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കരയുന്നത്. പ്രൈസ് ഗോഡ്. ഹൃദയത്തിലെ ഓരോ വിചാരങ്ങളും വികാരങ്ങളും നമുക്ക് കണ്ണുനീരിൽ കൂടി എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ദാവീദ് അഭിഷക്തനാ, പക്ഷെ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സങ്കീർത്തനം 6:6, എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. പ്രൈസ് ഗോഡ്. ഇതിനകത്ത് കട്ടില് ഹല്ലേലൂയ പില്ലോ നനച്ച് ഹല്ലേലൂയ രാത്രിയിൽ കരഞ്ഞ ചില വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷം ഉടുപ്പിച്ചതും, നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷം ഉടുപ്പിച്ചതും, നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർത്തു നോക്കുമോ, ഓർത്തു നോക്കുമോ, നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. കുഞ്ഞുങ്ങൾ 34-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ പറഞ്ഞില്ലേ, അവനെന്നെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു, അവനെന്നെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. സകല ഭയം, സകല കഷ്ടം, ഇതിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അവനെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഇപ്പോഴത്തെ വിഷയത്തിൽ നിന്ന് അവൻ വിടുവിക്കത്തില്ലേ? പ്രൈസ് ഗോഡ്. അവൻ രട്ട അഴിച്ച് മാറ്റിക്കളയും നീ ഏത് വിഷയത്തിന്റെ മേൽ. പ്രൈസ് ഗോഡ്. പഴയകാലത്ത് അങ്ങനെ ആയിരുന്നു അല്ലേ? നമുക്കറിയാം, മൊർദെഖായി രട്ടുടുത്തോണ്ട് പോയ പട്ടണത്തിന്റെ നടുവിലിരുന്ന് അത്യുച്ചത്തിൽ കരഞ്ഞത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളവരാണെങ്കിൽ ആ രട്ടിന്റെ പുറത്തോട്ട് വേറെ എന്തെങ്കിലും കൂടെ നമ്മളെ അങ്ങ് ഉടുപ്പിച്ച് വേണേ ആ രട്ട് കാണിക്കാതിരിക്കും. നമ്മളും ചിലപ്പോൾ അങ്ങനെ ചെയ്തു തന്നിരിക്കും. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വെളിപ്പെടുവാണെങ്കിൽ അവൻ രട്ടഴിച്ചു മാറ്റി ദൂരെ കളയും. ദൈവ പൈതലേ, എന്നിട്ട് അവൻ നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും, അവൻ നിന്നെ വിശേഷേറിയ വസ്ത്രം ധരിപ്പിക്കും, അവൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും, അവൻ നിന്നെ മാനിക്കും, അവൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ടിയേഴ്സിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ടിയേഴ്സ് ആർ വെരി പവർഫുൾ. ടിയേഴ്സിന്, കണ്ണുനീരിന് ശക്തിയുണ്ട്. ടിയേഴ്സ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് ഫ്രം ഗോഡ്. ദൈവം നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഹല്ലേലൂയ. ചിലർ പറയത്തില്ല, എനിക്കൊന്ന് കരയാൻ പറ്റുന്നില്ല, എന്റെ നെഞ്ച് കല്ല് പോലെ ഇരിക്കുക. എന്നാൽ കരഞ്ഞാലോ ആശ്വാസം ലഭിക്കും. സോ ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ടിയേഴ്സ് ഹാവ് ലാംഗ്വേജ്. പ്രൈസ് ഗോഡ്. ആർക്കും മനസ്സിലാകത്തില്ല ചിലപ്പോൾ നീ കരയുമ്പോൾ, നിന്റെ കണ്ണ് നിറയുമ്പോഴും. ഹല്ലേലൂയ. എന്നാൽ യേശുപ്പച്ചന് മനസ്സിലാകും നീ എന്തിനാ കരയുന്നത്, ഏത് വിഷയത്തിനാ കരയുന്നത്. ആ കണ്ണുനീരിനൊരു ഭാഷയുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബ്ലഡ് കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ ESR തൊട്ട് ഹല്ലേലൂയ, നിങ്ങൾ നഴ്സസ് ഒക്കെ കാണുമല്ലേ, എല്ലാം SCPT SVT എന്തൊക്കെ വേണോ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ ഹല്ലേലൂയ കണ്ണുനീര് ടെസ്റ്റ് ചെയ്താൽ ഒന്നും കാണത്തില്ല, ഇച്ചിരി ഒരു ഉപ്പരസം മാത്രം കാണും. എന്നാൽ അതിനകത്തെ ഭാഷയും ഹല്ലേലൂയ, അതെന്ത് കാരണം കൊണ്ടാണ് നിന്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ടു വന്നതെന്നുള്ളതും സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. കണ്ണുനീര് കുഞ്ഞെ നിന്റെ ഹൃദയത്തെ സോഫൻ ചെയ്യും, നിന്റെ ഹൃദയത്തെ കുതിർക്കും. എന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ നീ കഠിനപ്പെട്ടിരിക്കുവാണെങ്കിൽ ആ വിഷയത്തിന്റെ പുറത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് നീ ഒരു തുള്ളി കണ്ണുനീര് ഹല്ലേലൂയ വീഴ്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, നിന്റെ ഹൃദയം കുതിരും. പ്ലീസ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം 4-ാം വാക്യത്തിൽ പറഞ്ഞ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാരാ അവർ. ദേ ആർ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. അവർക്ക് ആശ്വാസം ലഭിക്കും.
പിന്നെ ഈ ഇമോഷണലായിട്ട് കരഞ്ഞു പോകുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അത് രണ്ട് കാര്യം നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുമെന്നാ സയൻസ് പറയുന്നത്. അതായത് അത് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും, എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും. നിങ്ങൾക്കൊക്കെ നല്ലവണ്ണം അറിയാമല്ലോ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ കരയുന്നത് നല്ലതല്ലേ? നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്നൊരു ദൈവം, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീര് വൃഥാവാകുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ കണ്ണുനീർ അവൻ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കും. പിന്നെ അതിന്റെ ഒരു റെക്കോർഡ് അവൻ അങ്ങ് കീപ്പ് ചെയ്യും കേട്ടോ. അത് അവന്റെ കയ്യിലുണ്ട്. എന്തിനാ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്? ഒന്നുപോലും മറക്കാതെ. ഹല്ലേലൂയ. കണ്ണുനീരോടെ നീ അവന്റെ സന്നിധിയിൽ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി നിലവിളിച്ചോ, നിന്റെ തലമുറയുടെ വിഷയമാണോ, ഹല്ലേലൂയ, നിന്റെ കുടുംബ ജീവിതത്തിലെ ചില ശൂന്യതകളുടെ വിഷയമാണോ, നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും, നിന്റെ ശാരീരികമായിട്ടുള്ള ചില ക്ലേശങ്ങളാണോ ദൈവ പൈതലേ, പ്രൈസ് ഗോഡ്, ഭാവിയെ ഓർത്തുള്ള നിന്റെ ഉത്കണ്ഠയാണോ, ഹല്ലേലൂയ, അതിനൊക്കെ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. കരഞ്ഞ അനേക മാതാക്കളുണ്ട്. പക്ഷെ 2 മാതാക്കളെ മാത്രം ഞാൻ ഹല്ലേലൂയ പറയുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് ഹാഗാറ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കാരണം ആ 2 അല്പ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഹാഗാർ, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 16. ഞാൻ അവിടെ പെട്ടെന്ന് പറയാം, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജെനസിസ് ചാപ്റ്റർ 21:16 പറയുന്നു, കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. അല്ലെങ്കിൽ ഞാന് ഇന്നലെ ഈ രാത്രി ഈ ഭാഗം വായിച്ചപ്പോൾ ഹല്ലേലൂയ, രാത്രിന്റെ ഒത്തിരി രാത്രിയില്ല, 12 മണി 1 മണിയായി. ഹല്ലേലൂയ, ഞാൻ വായിക്കുമായിരുന്നിരുന്ന. ഹല്ലേലൂയ, എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. കുഞ്ഞ് മരിച്ചു പോകുന്നവർക്ക് മനസ്സിലായി. അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, ഒരു കുറുങ്കാടിന്റെ തണലിൽ ആ കുഞ്ഞിനെ ഇട്ടു. എന്നിട്ട് ഒരൻപിൻപാട് ദൂരം മാറി എതിരെ പോയി ഇരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഓർക്കണമേ, ഈ ഹാഗാറിന് ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തില് സ്വർഗത്തിലെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തതാ. പ്രൈസ് ഗോഡ്. എന്തുവാ കൊടുത്തത്? ഹല്ലേലൂയ, ഇവൻ വലിയൊരു ജാതിയായി തീരും, പെരുപ്പമില്ലാതെ എണ്ണമില്ലാതെ ഇവനെ ഞാൻ വർദ്ധിപ്പിക്കും, പേര് പോലും പറഞ്ഞു കൊടുത്തതാ. പക്ഷെങ്കിൽ ഹല്ലേലൂയ, അബ്രഹാം ഇറക്കി വിട്ടപ്പോൾ ബർശബ മരുഭൂമിയിൽ കൂടെ നടന്ന് തളർന്ന് ക്ഷീണിച്ച് വെള്ളം കിട്ടാതെ ഹല്ലേലൂയ കുഞ്ഞ് മരിക്കുമെന്ന് നമുക്ക് തോന്നിയപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടിട്ടേച്ച് ഇവള് പോയി മാറിയിരുന്ന് കരഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് എനിക്ക് അതിൽ നിന്ന് നിങ്ങളോട് ഒരു ദൂത് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ചില വിഷയങ്ങൾ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ വണ്ണം നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന വിഷയത്തെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിനക്ക് അനുകൂലമാക്കി തരും. ഹല്ലേലൂയ. നിന്റെ കരിയറിനോടുള്ള ബന്ധത്തിലാണോ? പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, ചില സംഗതികൾ ഹല്ലേലൂയ നിനക്ക് വഹിക്കാൻ പറ്റാതെ വണ്ണം, ഹല്ലേലൂയ നിനക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വണ്ണം അത് നിനക്കെതിരെ നിൽക്കുവാണ്. നീ അതുകൊണ്ട് വിഷമിക്കുക, നീ അതുകൊണ്ട് ഭാരപ്പെടുക. എങ്ങനെ മുന്നോട്ട് പോകുമെന്നോർത്ത് നീ ക്ലേശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവദാസി, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, അത് എതിരെ നിന്നോട്ട് ആ വിഷയത്തെ എന്റെ ദൈവം നിനക്ക് അനുകൂലമാക്കി തരും. ഹല്ലേലൂയ. നീ ആ വിഷയം ഓർത്ത് ഹല്ലേലൂയ, ഇതെനിക്ക് ഉൾട്ടായി തീർന്നു പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അത് നിനക്ക് വേണ്ടി അനുകൂലമാക്കി തീർക്കും. ഇവിടെ ചെയ്തില്ലേ? ബാലന്റെ നിലവിളിയാ ദൈവം കേട്ടത്. പ്രൈസ് ഗോഡ്. ബാലന്റെ നിലവിളി കേൾക്കുകയും ചെയ്തു, നീരുറവ തുറക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഹാഗാറിന്റെ കണ്ണും തുറന്നു. ഹല്ലേലൂയ. ഈ വെള്ളം കൊണ്ട് അവനെ ഹല്ലേലൂയ കുടിപ്പിച്ച് അവനൊരു വില്ലാളിയായി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ചെയ്യുന്ന ഒരു വലിയ ദൈവമുണ്ട്. പക്ഷെ ഓർക്കണമേ, പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തില് ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങള് ഹല്ലേലൂയ നാം അത് ഓർക്കണം. സങ്കീർത്തനം 89 നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കത്തില്ല, ഞാൻ എന്റെ അധരം കൊണ്ട് അരുളി ചെയ്തതിന് ഭേദം വരുത്തത്തില്ല, ഞാൻ ദാവീദിനോട് ഭോഷ്ക് പറയത്തില്ല, അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും ചന്ദ്രനുള്ള കാലത്തോളവും നിലനിൽക്കുമെന്ന് ദൈവമക്കളെ ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന ദൂതിനെ നീ അവിശ്വസിക്കരുതേ. ഹാഗാർ പറഞ്ഞതുപോലെ പല വിഷയങ്ങളും നിനക്ക് എതിരെ
മറുപടിയായി തീരും. നീ പോയി മാറിയിരുന്ന് കരയത്തേ ഉള്ളൂ. പക്ഷെ നിന്റെ കരച്ചിലല്ല ദൈവം കേട്ടത്. ദൈവം കേട്ടത് ബാലന്റെ കരച്ചില. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ കാലങ്ങളിലെ വാഗ്ദത്തങ്ങള് പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഹല്ലേലൂയ ഇരുന്ന് ആമേൻ ഭാരപ്പെടാതെ നിരാശപ്പെട്ടു പോകാതെ വണ്ണം, പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ആയി തീരാതെ വണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊന്ന് ദൈവസന്നിധിയിൽ ഓർപ്പിച്ച് ദൈവത്തെ ഒന്ന് ഉണർത്തിയാട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തെ ഓർമ്മിപ്പിക്കണം. പ്രൈസ് ഗോഡ്. കർത്താവേ, നീ ഇങ്ങനെയല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്ത് വേണം? വാഗ്ദത്തങ്ങൾ ഓർമ്മ വേണം. നമ്മൾ വായിച്ചപ്പോൾ നമ്മളോട് ദൈവം ഇടപെട്ട വാക്യങ്ങളുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ആ വാക്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം ഓരോ ദിവസവും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇന്ന് അവിടെ രാത്രിയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് സാറ്റർഡേ ആയിരിക്കും. നിങ്ങൾ ഷോപ്പിങ്ങിന് പോയതും ഒക്കെ ഇന്നായിരിക്കാം ചിലപ്പോൾ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോയതോ എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാ, എനിക്കറിയാം. ഹല്ലേലൂയ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു വചനമെങ്കിലും, ഒരു വചനത്തിന്റെ ഹല്ലേലൂയ ഒരു ഭാഗമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ? നിങ്ങൾ ഇന്നത്തെ പ്രസംഗം മുഴുവനും ശ്രദ്ധിച്ചില്ലേലും ഒരു കുഴപ്പവുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു അമ്മ എന്ന നിലയിൽ, പ്രൈസ് ഗോഡ്, അല്ലെ ഒരു മൂത്ത സഹോദരി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള വചനം, ചൈതന്യപ്പെടുത്തുന്ന വചനം, രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സാക്ഷാൽ ഹല്ലേലൂയ. The word was with God. എന്നിട്ട് ആ വചനം ആരാ? ആ വചനമാ ജീസസ് ക്രൈസ്റ്റ്. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവം വചനമായിരുന്നു. ആ വചനം ഹല്ലേലൂയ രാവിലെ വായിച്ചിട്ട് ഒരു ഭാഗമെങ്കിലും, ഒരു കൊച്ചു വാക്യമെങ്കിലും ദൈവം നിന്റെ ഹൃദയത്തിൽ കോറിയിട്ട് തരും. പ്രൈസ് ഗോഡ്. ആഗ്രഹത്തോടെ വായിര്. ഒന്നും മനസ്സിലാകാതെ വെറുതെ കുറച്ച് വായിച്ചു വെച്ചിരിക്കുന്നതൊക്കെ എത്രയോ നല്ലതാ. അതിനകത്തെ ഒന്ന് ഹല്ലേലൂയ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് വചനം വായിക്കണം. ആദ്യം വചനം കേൾക്കണമെന്നാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന എങ്ങനെയാ? നമ്മൾ വായിക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും. രണ്ടാമത് ആ കേൾക്കുന്ന വചനത്തെ നാം അംഗീകരിക്കണം. പ്രൈസ് ഗോഡ്. മൂന്നാമത് നാം എന്ത് ചെയ്യണം എന്നറിയാം? ആ വചനം ഗ്രഹിക്കണം. എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാം? ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. സംഗ്രഹിച്ച വചനമുണ്ടല്ലോ, അത് നീ അനുസരിക്കണം കുഞ്ഞേ. ആ വചനം അപ്പോൾ നിന്റെ സ്വന്തമായി തീരും. ഹല്ലേലൂയ. 3-4 ദിവസം മുമ്പ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു വിഷയം മുന്നിലേക്ക് വന്നപ്പോൾ പ്രൈസ് ഗോഡ് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഹല്ലേലൂയ വിളക്ക് തിരി പോലെ അവർ കെട്ടുപോകുന്നു എന്നൊരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ആവശ്യം വരുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് വചനമുണ്ടെങ്കിലേ, നീ വചനം സംഗ്രഹിച്ചു വെച്ചെങ്കിലേ അത് നിനക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ ഹല്ലേലൂയ യു വിൽ ഗോ ടു ദ ഫോൺ. എന്തിനാ പാസ്റ്ററിനെ വിളിക്കാൻ? ഞാൻ പറയും, ഗോ ടു ദ ത്രോൺ ബിഫോർ യു ഗോ ടു ദ ഫോൺ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ആ കൃപാസനത്തിന് അടുക്കലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഒരു വചനം തരും. ഹല്ലേലൂയ. അത് വാളാ കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് ഇരുവായ്ത്തലയുള്ള വാളാ. പ്രൈസ് ഗോഡ്. അത് നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്തെടുക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ ഞാൻ ദൈവസന്നിധിയില് ഞാൻ പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് അർത്ഥം അങ്ങ് പറഞ്ഞു തരുവാ. ഹല്ലേലൂയ. വിളക്ക് തിരി പോലെ കെട്ടുപോകുന്നു. കത്തി നിൽക്കുന്ന ഒരു വിളക്ക് തിരി ഹല്ലേലൂയ കെടുത്തണേ എന്തോ ചെയ്യണം? ഊതണം അല്ലെ? ഊതിയെങ്കിലേ അത് കിടത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ പല സ്ഥലങ്ങളിൽ ബൈബിളിൽ കാണുന്നുണ്ട്, യേശു അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതി എന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദ ബ്രെത്ത്, അതിനെ കുറിച്ച് നമ്മൾ അസ്ഥികളുടെ താഴ്വരയിലൊക്കെ കാണുന്നുണ്ട്. എസെക്കിയേലിൽ എനിക്ക് മനസ്സിലായി. ഞാൻ ആ വിഷയം എന്റെ കണ്ണിന്റെ മുമ്പില്, എന്റെ ഹൃദയദൃഷ്ടിയുടെ മുമ്പിൽ കണ്ടുകൊണ്ട് അല്പസമയം അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. ആത്മാവിൽ ആരാധിച്ചു. ദൈവവൈതലേ ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കറിയാം ആ വിഷയം കെട്ടു എന്ന്. പ്രൈസ് ഗോഡ്. അത് കെടുകയും ചെയ്തു. ആമേൻ. സ്തോത്രം. ഇതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഉഴൽച്ചകൾ വരുമ്പോൾ, കണ്ണുനീർ വരുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ നമുക്ക് മറുപടി തരും. അപ്പൊ ഹാഗാറിന് വാഗ്ദത്തം കൊടുത്തതാ. അതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ഹാഗാറിന് വാഗ്ദത്തം കൊടുത്തുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ എതിരെ പോയി ഇരുന്ന് കരയുക. ദൈവം പക്ഷെ അവളുടെ ഹല്ലേലൂയ വിഷയത്തിന് ഹല്ലേലൂയ അനുകൂലമായിട്ട് നിന്നു. പ്രതികൂലമായിട്ട് നിന്ന വിഷയം, എതിരെ നിന്ന വിഷയത്തിന് ഉത്തരം കൊടുത്തു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് പ്രൈസ് ഗോഡ് ആരും ഇന്ന് വരെ കയറിയിട്ടില്ലാതെ, ഒരിക്കലും കഴുത കെട്ടിയെടുത്തില്ല, പക്ഷെ അവിടെ ഹല്ലേലൂയ ഒരു കഴുതക്കുട്ടീനെ കെട്ടിയിട്ടുണ്ട്, അതിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാ? എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. പ്രൈസ് ഗോഡ്. എതിരെ നിൽക്കുന്ന വിഷയം ഹല്ലേലൂയ കുഞ്ഞെ നിന്റെ കാൽ കീഴാക്കി ദൈവം തരുമെന്ന് രാവിലെ കാലം ഹല്ലേലൂയ ഈവനിങ് ടൈമിൽ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക,
പ്രൈസ് ഗോഡ്. എതിരെ നിൽക്കുന്ന വിഷയം ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ ജോലിയോടുള്ള, നിങ്ങളുടെ കരിയറിനോടുള്ള ബന്ധത്തിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിങ്ങൾക്കറിയാം, കേൾക്കുന്നവർക്കറിയാം പ്രൈസ് ഗോഡ്. എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ മേല, എന്നാൽ ഹല്ലേലൂയ ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, നിന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഏത് വിഷയം നിനക്ക് ഭാരമായി നിൽക്കുന്നോ, നിനക്കെതിരെ നിൽക്കുന്നോ, ആ വിഷയത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈകാര്യം ചെയ്യുക. ഇന്നവൻ കൈകാര്യം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. വചനം വിശ്വസിക്കുക. പ്രൈസ് ഗോഡ്. എന്തിനാ യേശുവിന് കയറാനായിട്ട് എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ആരും ഒന്നും മിണ്ടിയില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ആ വിഷയത്തെ നിനക്ക് അനുകൂലമാക്കി തരും. പ്രതികൂലമായി നിൽക്കുന്ന വിഷയത്തെ എന്റെ ദൈവം അനുകൂലമാക്കി തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ള, യേശുവിന് ഈ കഴുതെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നല്ലേ, നിനക്ക് ആവശ്യമുള്ള വിഷയം ഹല്ലേലൂയ, ആവശ്യമുള്ള വിഷയത്തിൽ ആവശ്യമുള്ള കൃപ തന്ന് അവൻ നിനക്ക് അനുകൂലമായിട്ട് നിൽക്കും. ഹല്ലേലൂയ. രണ്ടാമത് കരഞ്ഞ ഒരു വ്യക്തിയാണ് ഹന്ന. നിങ്ങൾക്കെല്ലാം ഹന്നയുടെ കാര്യം നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്ക് ഞാൻ ഇതിന് എന്താ പുതിയതായിട്ട് പറയാൻ പോകുന്നതെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പുതുതായിട്ടൊന്നുമില്ല, ഉള്ളത് തന്നെ എനിക്ക് തന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഹന്ന 1 സാമുവേൽ 1:10 പറയുന്നുണ്ട്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹാഗാറും അതെ, ദൈവസന്നിധിയില് ഏറ്റവും കരഞ്ഞു, ഉറക്കെ കരഞ്ഞു. പ്രൈസ് ഗോഡ്. ഇവിടെ ഹന്ന വളരെ കരഞ്ഞു. ദൈവമക്കളെ, പലപ്പോഴും നമുക്കില്ലാത്ത പലതും പ്രതിയോഗിക്ക് കാണും. ദൈവം നമ്മളെ പലതും പഠിപ്പിക്കുന്ന അങ്ങനെ കേട്ടോ. നമുക്കില്ലാത്ത പലതും, നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമ്മുടെ പ്രതിയോഗിക്ക് കാണും. പക്ഷെ ദൈവമക്കൾക്ക് പ്രതിയോഗി ഇല്ല കേട്ടോ. എന്നാൽ പിശാചുണ്ട് കേട്ടോ. അവൻ മനുഷ്യരിൽ കൂടെ പ്രവർത്തിക്കും. ഞാനിവിടെ പറയട്ടെ, പ്രൈസ് ലോർഡ്. ഹന്നയ്ക്ക് എന്തോ കൈ മുതലായിട്ടുള്ളത്? കുറച്ച് പേര്, കുറച്ച് ലേബൽസ് ഉണ്ട്. അവർക്ക് എന്തോ മച്ചി, എപ്പോഴും പട്ടിണി കിടക്കുന്നവള്, മനോവ്യസനമുള്ളവള്, പുരോഹിതന്റെ അടുത്ത് ചെന്നപ്പം പുരോഹിതൻ പറഞ്ഞു ലഹരി പിടിച്ചിരിക്കുന്നവള്. ഇങ്ങനെയുള്ള കുറച്ച് ലേബൽസ് മാത്രമേ കൈ മുതലായിട്ട് ഹന്നായിക്കുള്ളൂ. പ്ലീസ് ഗോഡ്. എന്നാൽ ഭർത്താവ് എൽക്കാന പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ഇരട്ടിയൊക്കെ കൊടുത്തു ഓഹരി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകത്തിന്റെ ഇരട്ടിയിൽ മയങ്ങി പോകരുത്. പ്ലീസ് ഗോഡ്. ലോകത്തിന്റെ ഇരട്ടിയിലല്ല. നീ ഏത് വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നോ, കരയുന്നോ, നീ അത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ തുടർമാനമായി ചെയ്യ്. ദൈവം നിനക്ക് മറുപടി തരും. അവൾ എന്ത് ചെയ്തു? പ്ലീസ് ഗോഡ്. അവൾ ആലയത്തിലേക്ക് പോയി. മനോവ്യസനത്തോടെ ആലയത്തിലേക്ക് പോയി അവൾ പ്രാർത്ഥിച്ചു. വളരെ സ്പെസിഫിക് ആയിട്ട് അവൾ പറഞ്ഞു, ഒരു പുരുഷ സന്താനത്തെ തരണമെന്ന്. പ്ലീസ് ഗോഡ്. അങ്ങനെ തരുന്ന ആ പുരുഷ സന്താനത്തെ എന്ത് ചെയ്യുമെന്നും അവൾ പറഞ്ഞു. പ്ലീസ് ഗോഡ്. അവൾ എന്ത് പറഞ്ഞു? യഹോവേ, നീ എനിക്കതിനെ തരുവാണെങ്കിൽ ഞാൻ അതിനെ പ്ലീസ് ഗോഡ് ദൈവത്തിന് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പ്ലീസ് ഗോഡ്. അപ്പൊ ഈ ഹന്നയെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ അവിടെ ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട്. ഒന്ന്, ബാരൻനെസ് ഓഫ് ഹന്ന. ഹന്നായിക്ക് ഹല്ലേലൂയ കുഞ്ഞുങ്ങളില്ല. ഷീസ് ബാരൻ. അവിടെ ശൂന്യതയാ, അവിടെ ഒരു ഇല്ലായ്മയാ. അങ്ങനെ ഒരു വ്യക്തിയാ അവള്. ബാരൻനെസ് ദാറ്റ് ഈസ് ദേ. പക്ഷെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഹല്ലേലൂയ ബാരൻനെസ് മാത്രമല്ല അവൾക്കുള്ളത്, പ്രതിയോഗി അവളെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നോണ്ട് അവൾക്ക് വഹിക്കാൻ മേലാത്ത ബേർഡൻ ഓഫ് ഹന്ന. പ്രൈസ് ഗോഡ്. ഹന്നായിക്ക് ചുമക്കാൻ പറ്റാത്ത ഭാരം ഹല്ലേലൂയ ഈ വിഷയത്തിന്മേലുണ്ട്. ഹല്ലേലൂയ. അത് മാത്രമാണോ? അതുകൊണ്ടാണ് അവൾക്ക് മനോവ്യസനം ഉണ്ടായത്. ഹല്ലേലൂയ. അവള് തകർന്നത് അതുകൊണ്ടാ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് അവൾ ദൈവസന്നിധിയിലേക്ക് ഓടിപ്പോയി നിലവിളിച്ചത്. ബ്രോക്കൺനെസ് ഓഫ് ഹന്ന. ഞാൻ പറയട്ടെ ദൈവ പൈതലേ, ഈ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ ഹല്ലേലൂയ ആത്മാർത്ഥമായി ദൈവസന്നിധി നിലവിളിക്കുന്നവളാണെങ്കിൽ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നവളാണെങ്കിൽ, ആത്മാർത്ഥമായിട്ടൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവളാണെങ്കിൽ, ഞാൻ പറയട്ടെ നിന്റെ എല്ലാ ബാരൻനെസ്സും ദൈവം മാറ്റും. വാട്ട് എവർ ഇറ്റ് ഈസ്. ഹല്ലേലൂയ. നിന്റെ എല്ലാ ബ്രോക്കൺനെസ്സും, നിന്റെ എല്ലാ ബേർഡനും അവരെടുത്തു മാറ്റിയിട്ട് ഹല്ലേലൂയ അടുത്ത ഒരു അക്ഷരം ബി വെച്ച് അവനങ്ങ് എഴുതും. ബ്ലെസ്സഡ്നെസ് ഓഫ് ഹന്ന. എന്തു ചെയ്തു? ദൈവം അവൾക്ക് ഒരു പുത്രനെ കൊടുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു നേർച്ച നേരുന്ന സമയത്ത് ഹല്ലേലൂയ പുരോഹിതൻ അവളോട് ഹല്ലേലൂയ നീ ലഹരി പിടിച്ചോളാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അവൾ ഒരു കാര്യം പറയുന്നുണ്ട്. അടിയന്റെ സങ്കടത്തിന്റെയും, ചില സെന്റൻസുകൾ നമ്മൾ ബൈബിളിലെ വായിക്കുമ്പോൾ നമ്മളെ ഒത്തിരി ടച്ച് ചെയ്തില്ലേ? എന്നെ ടച്ച് ചെയ്തൊരു സെന്റൻസാ. അടിയന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അബണ്ടൻസ് ഓഫ് കംപ്ലൈന്റ് ആൻഡ് ഗ്രീഫ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വീട്ടിലെ കാര്യങ്ങള്, വീട്ടിലെ ജോലികള്,
കുഞ്ഞിന്റെ കാര്യങ്ങള്, നിങ്ങൾക്ക് പുറത്തുള്ള നിങ്ങളുടെ ഹല്ലേലൂയ ജോലികള്. എനിക്കറിയാം, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒക്കെ അടുത്ത് പോകുമ്പോൾ ഹല്ലേലൂയ, ഈ കുഞ്ഞുങ്ങൾ, എനിക്ക് 4 മക്കളാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 2 പെൺമക്കള്, ഹല്ലേലൂയ, ദൈവം എനിക്ക് തന്നത് 2 പെൺമക്കള്, ദൈവം ആൺമക്കള് കെട്ടിക്കൊണ്ട് വന്ന് എനിക്ക് 4 പെൺമക്കളുണ്ട്. ഇവരൊക്കെ ജോലി ചെയ്യുന്നവരാ. എനിക്കറിയാം ഇവരുടെ ബേർഡന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ സങ്കടത്തിന്റെയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ട്, അബണ്ടൻസ് ഓഫ് കംപ്ലൈന്റ് ആൻഡ് ഗ്രീഫ്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു പോയ നമ്മള് ദൈവസന്നിധിയിൽ അങ്ങ് സമ്മതിക്കുക. ഹല്ലേലൂയ. ഈ ദൈവം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കേൾക്കാതിരിക്കുമോ? പ്രൈസ് ഗോഡ്. നമ്മൾ വായിച്ച സങ്കീർത്തനം ഉണ്ടല്ലോ, 56-ന്റെ 8-ാമത്തെ വാക്യമല്ലേ നമ്മൾ കുറിവാക്യമായിട്ട് എടുത്തത്. അതിന്റെ അടുത്ത വാക്യം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, എന്റെ ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. എന്ത് ചെയ്യണം? കുഞ്ഞേ, നീ പ്രാർത്ഥിക്ക്, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്, നീ ദൈവസന്നിധിയിൽ കരയ്, നീ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്ക്, നീ ദൈവസന്നിധിയിൽ ചില നേർച്ചകൾ നേര്. പ്രൈസ് ഗോഡ്. അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? He will bless you with whatever thing you want. Blessedness of Hannah. പക്ഷെ അങ്ങനെ ദൈവം അവൾക്ക് ശമൂവേലിനെ കൊടുത്തു. പ്രൈസ് ഗോഡ്. ഈ ശമൂവേലിനെ കൊടുത്തത്, പ്രൈസ് ഗോഡ്, കൊടുത്തു കഴിയുമ്പോൾ 1-ാം അധ്യായത്തിൽ അവൾ വളരെ പ്രാർത്ഥിച്ച് കരഞ്ഞു. ആ കുഞ്ഞിനെ അവൾ പറഞ്ഞതുപോലെ തന്നെ ആലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, പ്രാർത്ഥിച്ച് കരയുന്ന ദൈവ പൈതലേ, നീ ഏത് വിഷയത്തിന്മേലാണ് പ്രാർത്ഥിച്ച് കരയുന്നത്, അതേ വിഷയത്തിൽ ഹല്ലേലൂയ നിന്റെ സഭയിൽ, ഹല്ലേലൂയ നിന്റെ ഭവനത്തിൽ, അനേക ഇടങ്ങളില് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് കരഞ്ഞ വിഷയത്തിന് പ്രാർത്ഥിച്ച് മറുപടി പറയുവാൻ, പ്രാർത്ഥിച്ച് ചിലത് പറയുവാൻ ദൈവം നിന്റെ വായെ തുറക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ 2-ന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കും, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഹല്ലേലൂയ, കൊമ്പെന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവം തന്നിരിക്കുന്ന പ്രിവിലേജസ്, ദൈവം തന്നിരിക്കുന്ന അധികാരം. ഹല്ലേലൂയ, അത് കുനിച്ചിടുവാൻ ശത്രു നോക്കി. പക്ഷെ കരഞ്ഞ ഹന്നായിക്ക് ദൈവം അത് ഹല്ലേലൂയ വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ആ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരുമ്പോൾ, 10-ാം വാക്യം പറയുമ്പോൾ, യഹോവ അഭിഷക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, പകലെപ്പോഴെങ്കിലും ഒക്കെയെങ്കിലും സമയം കിട്ടുമ്പോൾ ദൈവസന്നിധിയിൽ മാറിപ്പോയിരുന്ന അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. നിന്റെ ജീവിതത്തിൽ നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിനുമേൽ ഹല്ലേലൂയ നിന്റെ തല ഉയർത്തുവാൻ, നിന്റെ കൊമ്പ് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, തളർത്തിയിടുവാൻ നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ നിന്റെ കൊമ്പ് ഉയർത്തുവാൻ തക്കവണ്ണം, വായ് തുറന്ന് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം നിന്നെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സമയത്താണ് ദൈവം ശമൂവേലിനെ കൊടുത്തത്. ഹല്ലേലൂയ. ഓർക്കണമേ, ഏലിയുടെ പുത്രന്മാർ നീചന്മാരായിട്ട് നടക്കുക, ഏലിയുടെ പുത്രന്മാർ യഹോവയെ ഓർക്കാത്തവരായിട്ട് നടക്കുക. ദർശനമേറെ ഇല്ലാത്തൊരു കാലഘട്ടമാണ്, വചനം ദുർലഭമായിരിക്കുന്ന ഒരു കാലഘട്ടമാ. ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ നീ കരഞ്ഞ് നിലവിളിച്ച ഉത്തരത്തിന് മറുപടി തന്ന ആ കുഞ്ഞിനെ, നീ ഒരു കുഞ്ഞിനെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ദൈവം തരുന്നത് എന്താണെന്നറിയാമോ? ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനെ ആ ദൈവം തരുന്നത്. ഹല്ലേലൂയ. അവൾ ആ കുഞ്ഞിനെ വളർത്തിയതും, ഹല്ലേലൂയ, ഇങ്ങനെ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും അവരുടെ പാപം യഹോവയുടെ മുമ്പിൽ ഏറ്റവും വലുതായിരുന്നു എന്നാ പറയുന്നത്. പാപങ്ങളൊന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു കാലഘട്ടമല്ലേ ഇന്നും? ആമേൻ, സ്തോത്രം. കേരളത്തിലൊക്കെയും ഹല്ലേലൂയ പെന്തക്കോസ്താണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ പറയും, ഡിവോഴ്സ് പോലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ന് പെന്തക്കോസ്തിലാ. പ്രൈസ് ഗോഡ്. ഇന്നലെ വൈകിട്ടോടത്ത് പ്രസംഗിച്ചപ്പോൾ വായിച്ചാൻ പറയുക, പണ്ടൊക്കെ 1-2 സിറ്റിംഗ് ഇരിക്കുമ്പം ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടെങ്കിൽ ഹല്ലേലൂയ ചെറുപ്പക്കാര് കല്യാണം കഴിച്ചവരുടെ തീരും. ഇപ്പം കൗൺസിലിംഗ് ഒക്കെ 4, 5, 6 ഹല്ലേലൂയ പ്രാവശ്യം ഇരുന്നാലും ക്ഷമിക്കാൻ മനസ്സില്ല. ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിൽ കരയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതിനെ ദൈവം തരും. അതുകൊണ്ട് ചില വിഷയത്തിന്റെ മറുപടി താമസിക്കുവാണെങ്കിലും ഭാരപ്പെട്ടു പോകരുതേ. എന്നിട്ട് ഈ ശമൂവേലിനെ മാത്രമാണോ കൊടുത്തത്? നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ താഴോട്ട് കാണുന്നുണ്ട്, പിന്നെയും 3 ആൺമക്കളെയും കൊടുത്തു, ഹല്ലേലൂയ 2 പെൺമക്കളെയും കൊടുത്തു. അങ്ങനെ 6 പേരുടെ മാതാവാകുവാൻ തക്കവണ്ണം കരഞ്ഞ ഹന്നായെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ അടുത്തുനിന്ന് മറുപടി നമുക്ക് കിട്ടുന്നത്
പറയുന്നത് 4 വിധത്തിലാ. പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എന്നാൽ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി ഒന്ന് പറയാം, അറിയാൻ മേലാത്തവർക്ക്. ഒന്ന്, ഡയറക്റ്റ് ആൻസർ. നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് അതിന് ഉത്തരം ദൈവം തരും. ഉദാഹരണം, ഏലിയാവ് പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ, 450-400 മശേരായുടെയും ബാലിന്റെയും പ്രതിഷ്ഠകള്, ഹല്ലേലൂയ, അതിന് ശക്തിയില്ലെന്നും ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും കാർമേലിൽ തെളിയിക്കേണ്ടതിന് ഹല്ലേലൂയ യാഗപീഠമെല്ലാം പണ്ട് അടുക്കി ഹല്ലേലൂയ താനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ക്ഷണത്തിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. പ്രൈസ് ഗോഡ്. നമുക്കറിയാം ഡയറക്റ്റ് ആൻസർ. പ്രാർത്ഥിച്ചാൽ ഉടനെ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അധികം താമസമില്ലാതെ മറുപടി കിട്ടുന്നത്. എന്നാൽ ചില സമയത്ത് ഹല്ലേലൂയ ഡയറക്റ്റ് ആൻസർ എല്ലാവർക്കും കിട്ടുന്നത്. യു വിൽ ബി ഗെറ്റിംഗ് എ ഡിഫറെന്റ് ആൻസർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എക്സാമ്പിൾ 2 കൊരിന്ത്യർ ഹല്ലേലൂയ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് തന്റെ ശരീരത്തിൽ ഒരു ശൂല നിമിത്തം വേദന അനുഭവിക്കുക. പൗലോസ് 3 പ്രാവശ്യം ഹല്ലേലൂയ യഹോവയോട് അപേക്ഷിച്ചു, ഈ ശൂലം ഒന്ന് മാറ്റി തരണമേ. ഹല്ലേലൂയ. ഇറ്റ് ഈസ് സം ഫിസിക്കൽ എയിൽമെന്റ്. അവന് ആ വേദന സഹിക്കാൻ മേല. സാത്താൻ ഹല്ലേലൂയ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഹല്ലേലൂയ, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ്സ് വെരി പെയിൻഫുൾ ആൻഡ് ഹി വാണ്ട്സ് ടു ഗെറ്റ് ഇറ്റ് ഓഫ് ദാറ്റ്. എന്ത് പറഞ്ഞു? 3 പ്രാവശ്യം അപേക്ഷിച്ചു. ദൈവം അത് മാറ്റിക്കൊടുത്തില്ല. പക്ഷേ ഗോഡ് ആൻസേർഡ് ഹിം. ഗോഡ് ഗേവ് ഹിം എ ഡിഫറെന്റ് ആൻസർ. ആ ആൻസർ എന്താണെന്ന് അറിയാമോ? മകനെ, എന്റെ കൃപ നിനക്ക് മതി. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് പാടിയില്ലേ? ആ കൃപ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ ആഴം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞ സന്ദർഭങ്ങളില്ലേ? പ്രൈസ് ഗോഡ്. കൃപ, ധനം, കൃപ, മഹത്വം ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവേ, കൃപ എന്നിലേക്ക് ഒഴുക്കണമേ. ദൈവ കൃപ എന്നിലേക്ക് ഒഴുക്കണമേ. ഞാൻ വിശ്വസിക്കുന്ന ആ കൃപ പൗലോസിന്റെ മേൽ വന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആ ശൂലത്തിന്റെ മോനെ എന്റെ ദൈവം ഒടിച്ചു കളഞ്ഞു. പിന്നീട് അത് അവിടെ ഇരുന്നിട്ട് അവന് ഒരു പ്രശ്നവുമില്ല. ആത്മാവ് ഞാൻ ഒരു ദൂത് വിളിച്ച് പറയട്ടെ. ചില വിഷയത്തിന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുഴഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ഗോഡ്, കൃപ ചോദിച്ചോ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഹിതം. That is a different answer. So direct answer, then the second one is different answer. Praise God. അടുത്തത് denied answer. കർത്താവ് അതങ്ങ് ഡിനൈ ചെയ്തു. ഡിനയൽ അവിടെ വന്നത്. ഉദാഹരണം ഏതാ? ചൂരച്ചെടിയുടെ ചോട്ടിൽ കിടന്നുകൊണ്ട് ഏലിയാവ് പറഞ്ഞു, കർത്താവേ, എന്നെ അങ്ങ് എടുത്തോണേ, എനിക്ക് ചത്താ മതി, മരിച്ചാ മതി. ഹല്ലേലൂയ. ഇസബേലിന്റെ വാക്ക് കേട്ട് തളർന്നു പോയി കിടന്നുകൊണ്ട് പറയുക, എന്നാൽ തനിക്കറിയത്തില്ല, ഹല്ലേലൂയ, തനിക്ക് വലിയ വലിയ ഡ്യൂട്ടികളുണ്ട്. തനിക്ക് പിൻഗാമിയായിട്ട് ഏലിശായെ അഭിഷേകം ചെയ്യണം. ഹസായേലിനെ ആരാമിന് രാജാവായിട്ട് തനിക്ക് അഭിഷേകം ചെയ്യാനുണ്ട്. നിംശിയുടെ മകൻ യേഹൂവിനെ അഭിഷേകം ചെയ്യാനുണ്ട്. പക്ഷേ he just forgot all those things and he doesn't even know it. ഹല്ലേലൂയ. അവിടെ കിടന്നുകൊണ്ട് പറയുക, എനിക്ക് മരിച്ചാ മതി. ദൈവം എന്ത് ചെയ്തു? ദൈവം അതങ്ങ് ഡിനൈ ചെയ്തു. ചില ആൻസറുകൾ ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിരാശ അങ്ങ് മാറ്റിക്കാണാം കേട്ടോ. പ്രൈസ് ഗോഡ്. ഉഴച്ചില എണ്ണുന്ന ദൈവം അവന്റെ പുസ്തകത്തിലെല്ലാം ഉണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചത് എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞെ. നീ കരഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട് കർത്താവേ. ആ കണ്ണുനീര് അവന്റെ തുരുത്തിയിലുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ ചില സമയത്ത് ദൈവം അങ്ങ് ഡിനൈ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഒരെണ്ണം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ ഡിലേഡ് ആൻസർ. എത്ര താമസിച്ചാണെങ്കിലും ഹല്ലേലൂയ വെയിറ്റ് ചെയ്യാൻ പറ്റണം. ദൈവമേൽപ്പിച്ച ജോലി ചെയ്യാൻ കഴിയണം. പുറകുറുക്കാൻ പോകരുത്. എലിസബത്തും ഹല്ലേലൂയ സെഖറിയ പുരോഹിതനും കൂറിന്റെ ക്രമപ്രകാരം നറുക്ക് വീണപ്പോൾ വയസ്സെന്നു വൃദ്ധരായി. എല്ലാ ഹോപ്പും പോയ സമയമാണെങ്കിലും ഹല്ലേലൂയ ആലയത്തിലെ ശുശ്രൂഷയുടെ സമയത്ത് they are ever ready. They are ready ജോലി ചെയ്യാൻ. ഹല്ലേലൂയ. ആ സമയത്ത് അവരുടെ മറുപടി കിട്ടി അവർക്ക്. ഹല്ലേലൂയ. എന്നാൽ വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഒരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മോശ 30 ലക്ഷം ജനത്തെ അവരുടെ ആട്ടും കേട്ട് ഹല്ലേലൂയ, അവരുടെ ഹല്ലേലൂയ സകല ശണ്ടയും കേട്ട് അവരെ വഴി നടത്തിക്കൊണ്ട് വന്നു മുന്നോട്ട്. എന്നാൽ ഹല്ലേലൂയ ഓർക്കണമേ, അങ്ങനെ വരുന്ന സമയത്ത് ഹല്ലേലൂയ അക്കരെ അവരെ കടത്തി ഹല്ലേലൂയ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹല്ലേലൂയ റെഡിയായിട്ടിരുന്ന മോശയ്ക്ക് കനാൻ നാട്ടിൽ താൻ പ്രവേശിച്ചോ? കനാൻ നാട്ടിൽ താൻ കാല് കുത്തിയില്ല. എന്നാ പറഞ്ഞു? പിസ്കയുടെ മുകളിൽ കയറിയിട്ട് ദൈവം അവനോട് പറഞ്ഞു, നീ അവിടെ കനാൻ ഒന്ന് നോക്കി കണ്ടു. എന്തുമാത്രം സഹിച്ചു. പക്ഷെ കനാൻ ദൈവം ഹല്ലേലൂയ കാണിക്കുവാൻ മോശയെ അനുവദിച്ചില്ല. എന്നാൽ ഹല്ലേലൂയ 1500 വർഷങ്ങൾക്ക് ശേഷം
പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ഹല്ലേലൂയ പത്രോസും യോഹന്നാനും യാക്കോബുമായിട്ട് മറുരൂപമലയിൽ കയറിയപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമുക്കറിയാം എലിയാവിനെ വിളിച്ചു, ഇവിടെ വരാൻ പറഞ്ഞു, കാലുകുത്താൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. മോശയെ വിളിച്ചു, ഇവിടെ വന്ന് കാലുകുത്താൻ പറഞ്ഞു. നമുക്കറിയാം മറുരൂപമലയുടെ അനുഭവങ്ങളൊക്കെ. ഹല്ലേലൂയ. മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. ഹല്ലേലൂയ. കാലുകുത്തിയോ മോശ കാലുകുത്തി. ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കരഞ്ഞതൊന്നും വൃദ്ധമായി പോകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അതിനുള്ള മറുപടി ദൈവം തരും. ഇന്ന് നീ മറുപടി കിട്ടുന്നില്ലല്ലോ നോർത്ത്. ഹല്ലേലൂയ. ഒരു വ്യക്തി ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്ന നിന്റെ തലമുറയുടെ വിഷയത്തിൽ മറുപടി ഡിലേഡ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും അത് ഡിനയൽ അല്ല. ദൈവ പൈതലേ, നീ പ്രാർത്ഥിച്ചോ, നീ മടുത്തു പോകാതെ നീ ആ വിഷയത്തിന് ഇനി സ്തോത്രം ചെയ്തു തുടങ്ങുക. സ്വർഗത്തിലെ ദൈവം ഉത്തരം തരും. ഹല്ലേലൂയ. അങ്ങനെ ഉത്തരം തരുന്ന ഒരു വലിയ ദൈവമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിടുതൽ കിട്ടുന്നത് വരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ പറയും ഹല്ലേലൂയ, പുഷ്. ഹല്ലേലൂയ. PUSH, പുഷ്. പ്രേ until something happens. അതാ അതിന്റെ നിമോണിക്സ്, അതിന്റെ അക്രോണിംസ് നോക്കുവാണെങ്കിൽ പുഷ്, പ്രേ until something happens. ഉത്തരം കിട്ടുന്നത് വരെ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. 1000 പേര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയട്ടെ, ശക്തിമത്തായത് നിന്റെ രഹസ്യ പ്രാർത്ഥനയാ. പ്രാർത്ഥനയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസ് ഗോഡ്, രഹസ്യത്തിൽ നീ പ്രാർത്ഥിക്കുന്നതാ. തീർച്ചയായിട്ടും കർത്താവ് അതിന് ഉത്തരം തരും. ഞാൻ പറയട്ടെ, ഹന്നയുടെ ശൂന്യത ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഉഴൽച്ചേള എണ്ണുന്ന ആ വലിയ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അവന്റെ സാന്നിധ്യം അവൻ നമുക്ക് തരും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, മുള്ളും പിറക്കാരെയും ഒക്കെ മുളച്ചു നിൽപ്പുണ്ടെങ്കിലും ഹല്ലേലൂയ അതിനെ കത്തിച്ചു കളവാൻ നമ്മുടെ ദൈവം ശക്തനാ. പ്രൈസ് ഗോഡ്. തുള്ളൻ തിന്നുപോയി, വെട്ടുക്കളി തിന്നുപോയി, വീട്ടിൽ തിന്നുപോയി, പച്ചപ്പുഴു തിന്നുപോയി. ഹല്ലേലൂയ. നഷ്ടമായി പോയി. എന്റെ ഇത്രയും സമയം നഷ്ടമായി പോയി, എന്റെ കാലം നഷ്ടമായി പോയി. ഹല്ലേലൂയ. കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യേണ്ടതായിരുന്നു. ഹല്ലേലൂയ. കുറച്ചുകൂടെ ഹല്ലേലൂയ അധ്വാനിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതമേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം പകരം നൽകുന്ന ഒരു ദൈവത്തെയായിരുന്നു പകൽക്കാലം ഞാൻ ഇവിടെ ഉയർത്തുന്നത്. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യണം എന്നറിയാമോ? ഒരിക്കലും ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നിരാശപ്പെട്ടു പോകരുത്. പ്രൈസ് ഗോഡ്. ഒരിക്കലും പിശാചിനിടം കൊടുക്കരുത്. പ്രൈസ് ഗോഡ്. തീർച്ചയായിട്ടും നമ്മുടെ ഭവനത്തിലെ ശൂന്യതകള് അതേത് മണ്ഡലത്തിലുള്ള വിഷയമാണെങ്കിലും ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കും. ഏത് മണ്ഡലങ്ങളിലുള്ളതാണെങ്കിലും ഹല്ലേലൂയ. സ്വർഗീയ മണ്ഡലമുണ്ട്, ഹല്ലേലൂയ ഭൗമിക മണ്ഡലമുണ്ട്, അധോലോകമുണ്ട്. ഏത് ലോകത്തിലുള്ള ഹല്ലേലൂയ വിഷയങ്ങളാണേലും അതിന്റെ മേലെല്ലാം അധികാരമുള്ള ഒരു നല്ല കർത്താവിനെ നമുക്കറിയാമല്ലോ. പ്രൈസ് ഗോഡ്. സർവായുധവർഗം ധരിച്ചുകൊണ്ട് പ്രൈസ് ഗോഡ് നാം എല്ലാം പടക്കളത്തിലാണ് നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു യുദ്ധമാ. പ്രൈസ് ഗോഡ്. ഇറ്റ്സ് എ വാർഫെയർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ യുദ്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തി നമുക്കറിയാം. സർവായുധവർഗം Ephesians 6 അതിന്റെ ടോപ്പിക് അല്ല, എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം. രക്ഷ എന്ന ശിരസ്ത്രം ഇട്ടു. പ്രൈസ് ഗോഡ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി, സത്യം അരയ്ക്ക് കെട്ടി, പ്രൈസ് ഗോഡ് നീതി എന്ന കവചം ധരിച്ചു, വിശ്വാസം എന്ന പരിച പിടിച്ചു, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും പിടിച്ചു. പക്ഷെ ഇതെല്ലാം പിടിക്കും, പക്ഷെ എന്തോ ചെയ്യും? സ്റ്റാച്യു പോലെ അങ്ങ് നിൽക്കും. അങ്ങനെ നിൽക്കുവല്ല കുഞ്ഞെ, നീ യുദ്ധം ചെയ്യണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് നേരത്തും പ്രാർത്ഥനയാലും ആത്മാവിനാലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പോരാടുവാൻ തക്കവണ്ണം നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സർവായുധവർഗം ധരിച്ചുകൊണ്ട് വചനപ്രകാരം പ്രാർത്ഥിക്കണം. ദൈവം ഏത് വിഷയത്തിന്റെ ഇത് കണക്റ്റഡ് ആയിട്ടാണെങ്കിലും ഹല്ലേലൂയ ഒരു വചനം നിനക്ക് തന്നെങ്കിൽ പ്രൈസ് ഗോഡ് ഞാനത് എല്ലാ മീറ്റിങ്ങിലും ഹല്ലേലൂയ ഞാൻ പഠിച്ചതും ഞാനത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും ഹല്ലേലൂയ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ പറയും, ക്യാൻസറിന്റെ ഒരു മരുന്ന് നമുക്കറിയാമെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പാപമല്ലേ ദൈവമക്കളെ? ഞാൻ പറയട്ടെ, ഏത് വിഷയമാണെങ്കിലും നിനക്കൊരു മറുപടി വേണോ? നീ തിരുവചനം എടുക്ക്, അതുമായിട്ടിരിക്ക്, നീ വായിക്ക്. ഒരു വചനം അതിനകത്തുനിന്ന് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു തരും. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഒരു വചനം ദൈവം പോപ്പപ്പ് ചെയ്തു തരും. പ്രൈസ് ഗോഡ്. നീ എന്ത് ചെയ്യണം എന്നറിയാമോ? പിന്നീട് നീ ആ വചനമാ ദൈവത്തോട് പറയേണ്ടത്.
ആ വചനമാ ദൈവത്തോട് പറയേണ്ടത്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാരും ഹല്ലേലൂയ, എൻ്റെ വീട്ടിലും എനിക്ക് വന്ന കുഞ്ഞുങ്ങളും പ്രൈസ് ഗോഡ്, ഏത് വിഷയം വന്നാലും അവർക്ക് ഒന്നിൽ പപ്പയുടെ എന്നല്ലേ മമ്മിയുടെ എന്ന് അവരൊരു വചനം ചോദിച്ചു മേടിക്കും. ആ വചനമാണ് നമുക്ക് മറുപടി തരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. മൈൽസ് മൺറോ, ഹീസ് എ ബ്ലാക്ക് പ്രീച്ചർ. ഹി വാസ് എ ബ്ലാക്ക് പ്രീച്ചർ ബിക്കോസ് ഹി ഈസ് നോ മോർ. ഹല്ലേലൂയ. താൻ ഇന്ന് നിത്യതയില്ല. അനേക ബുക്സ് നിങ്ങൾ ഹല്ലേലൂയ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടും. മൈൽസ് മൺറോ അനേക ബുക്കുകൾ താൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് താൻ പറയുന്ന ഒരു കാര്യം, പ്രേയർ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പ്രാർത്ഥനയാണല്ലോ നമ്മുടെ നെറ്റ് ഹല്ലേലൂയ എസൻസ് ഇന്നത്തെ. ഹല്ലേലൂയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, you just tell back God what he has already told you. ദൈവം നിന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ഗോഡ്. ഏത് വിഷയത്തെ ചൊല്ലിയും ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് തിരിച്ച് ദൈവത്തെ ഓർപ്പിക്കണം. അതുകൊണ്ടാണ് യെശയ്യാ 62 പറയുന്നത്, യഹോവയുടെ വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ദൈവം ഒരു വാക്യം അല്ലെ ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ട് ദൈവം അത് മറന്നു പോകുമോ? മറന്നു പോകത്തില്ല. പക്ഷേ നമ്മൾ അത് ഓർപ്പിക്കണം. പ്രൈസ് ഗോഡ്. ആ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഹല്ലേലൂയ, ഒരു വാർഫെയറിന് ഇറങ്ങി നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഇറങ്ങുമ്പോൾ, യുദ്ധകളത്തിൽ നാം നിൽക്കുമ്പോൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നാം എന്ത് ചെയ്യണം? എല്ലാം ഡിഫെൻസീവ് വെപ്പൺസാ. തലയിലുള്ള ശിരസ്ത്രം തൊട്ട് ഉള്ളതെല്ലാം ഡിഫെൻസീവ്. ദാറ്റ് മീൻസ് ജസ്റ്റ് ടു പ്രൊട്ടക്ട് അവർ സെൽസ്. ഇത് തിരിച്ച് എനിമിയോട് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുവാൻ നമുക്കുള്ള ഒരേ ഒരു ആയുധം ഏതാണെന്നറിയാമോ? ദൈവ വചനം എന്ന ആത്മാവിന്റെ വാള്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട് പ്രാർത്ഥനയാല് ഹല്ലേലൂയ, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഈ വാൾ എടുത്ത് പ്രൈസ് ഗോഡ്, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളൊന്നും മാറട്ടെ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനാ രീതികളൊന്നും മാറട്ടെ. വിഷയങ്ങൾക്ക് വ്യത്യാസം വരുന്നത് കാണുവാൻ ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ആ പുതിയ തലത്തിലേക്ക് ഒന്ന് കയറുവാൻ തക്കവണ്ണം പ്രിയ ദൈവമക്കളെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ ഈ പോരാട്ടത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന റെസ്ലിംഗ് എന്ന. ഹല്ലേലൂയ. പോരാടുന്ന ഒരു റെസ്ലർ എങ്ങനെയാ? ബോക്സിംഗ് ഈസ് ഡിഫറെന്റ്. ബോക്സിങ്ങിന് ഒരു ഇടവേളയുണ്ട്. എന്നാൽ റെസ്ലിംഗിന് ഹല്ലേലൂയ പോരാട്ടത്തിന് എന്തുവാ? ഓരോ ഞരമ്പും ഓരോ അണുവും ഓരോ മസിലും ഇങ്ങനെ നിൽക്കുക. എന്തിനാ? ശത്രുവിനെ കീഴ്പ്പെടുത്താൻ. അതുപോലെ ആയിരിക്കണം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. ശത്രു കീഴടങ്ങുന്നത് വരെ ദൈവസന്നിധിയില ഹല്ലേലൂയ ആ വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ വചനപ്രകാരം പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഒരു പരേഡിന് പോവുകയാണെങ്കിൽ എല്ലാ ആയുധങ്ങളും അണിയും, പക്ഷെ ആയുധങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല പരേഡിന്. പ്രൈസ് ഗോഡ്. എന്നാ മിലിറ്ററി വാർഫെയർ എന്ത് ചെയ്യും? പരേഡാണോ? അല്ല. ശരിക്കും യുദ്ധത്തിൽ കയ്യിലുള്ളതെല്ലാം ഉപയോഗിക്കും. ഈ നാളില് ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടികൾ പ്രാപിച്ചോണം. പ്രൈസ് ഗോഡ്. ഈ 2025 നടക്കേണ്ട സംഗതികളുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. ജൂൺ കഴിയുക, പകുതി മാസം പോട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. റിമൈനിങ് 50% is there. The remaining 6 months are there. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പോരാടി വിഷയങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ നാളുകളിലെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം. കൈകോർത്ത് പിടിച്ചു പ്രാർത്ഥിക്കണം. നമുക്കറിയാം മോശ ജനിച്ചപ്പോൾ ഹല്ലേലൂയ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. ആ കുഞ്ഞിനെ അമ്മ കണ്ടെന്നല്ല, കുഞ്ഞ് സുന്ദരൻ എന്നൊരു ദിവ്യ സുന്ദരൻ എന്ന. That means he is a different child. ഹല്ലേലൂയ. He is ഹല്ലേലൂയ called by God. അവനൊരു പ്രത്യേകത ഉണ്ടെന്നുള്ളത്, അവനൊരു ദിവ്യ സുന്ദരനാണെന്ന് ആര് കണ്ടു? പ്രൈസ് ഗോഡ്. അപ്പൻ അമ്മമാർ കണ്ടു. പ്രൈസ് ഗോഡ്. ഒരു ദിവസം പോലും ഹല്ലേലൂയ രാത്രിയിൽ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. നിങ്ങളൊക്കെ ഡ്യൂട്ടി, നിങ്ങളുടെ സമയങ്ങളോ കാര്യങ്ങളോ ഒക്കെ വ്യത്യാസമാണെങ്കിലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഞാൻ അങ്ങ് പറഞ്ഞതാ. ഹല്ലേലൂയ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൈ ഓർത്ത് പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരുവൻ 1000-ത്തെയും 10,000-ത്തെയും ഓടിക്കുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇരുവരും ചേർന്ന് ഹല്ലേലൂയ ഹാർഡ്ലി 10 minutes more. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രൈസ് ഗോഡ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്താൽ മോശയുടെ പേരൻസ് പ്രൈസ് ഗോഡ് they were believing parents. വിശ്വാസമുള്ളവരായിരുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ 2 സഹോദരിമാരെ അല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ 2 പേരെയും കൂടെ ചേർത്ത് ഒന്ന് പറയട്ടെ, പേരൻസിനെ ഒന്ന് പറയട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ കുഞ്ഞുണ്ടായപ്പോൾ രാജകൽപ്പന ഭയപ്പെടാതെ എന്നവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഭാഗമൊക്കെ വായിച്ചാൽ മതി. അവരെന്ത് ചെയ്തു? കുഞ്ഞിനെ ഹല്ലേലൂയ ഒളിപ്പിച്ചു വെച്ചു. രാജകൽപ്പന ഭയപ്പെട്ടില്ല. അതിന്റെ അർത്ഥം എന്തുവാ?
they are bold parents. Hallelujah. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഹല്ലേലൂയ പേരൻസ് ആകുന്ന നമ്മള് പ്രൈസ് ഗോഡ് എല്ലാ കാര്യത്തിലും ബോൾഡ് ആയിട്ട് നിൽക്കണം. അതുപോലെ ഞാൻ പറയട്ടെ, അവര് വളരെ സെൻസിറ്റീവായിട്ടുള്ള പേരൻസ് ആയിരുന്നു. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്തു? ഹല്ലേലൂയ, ആ കുഞ്ഞിനെ അവർ ഒളിപ്പിച്ചു വെച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ 3 മാസക്കാലം അവർ ഒളിപ്പിച്ചു വെച്ചു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒളിപ്പിച്ചു വെക്കുക മാത്രമല്ല, ആ മദർ ഷി വാസ് എ പ്ലാനർ. അവള് നല്ല പ്ലാനിങ് ഉള്ള വ്യക്തിയായിരുന്നു. എന്ത് ചെയ്തു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി. പ്രൈസ് ലോർഡ്. പശയും കീലും ഒക്കെ തേപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രൈസ് ഗോഡ്. ആ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കി. നിങ്ങൾക്കറിയാമല്ലോ. സോ ദേ ആർ സെൻസിബിൾ പേരൻസ്. ഹല്ലേലൂയ. എന്നാൽ ഈ സെൻസിബിൾ ആയിരിക്കുന്നതിനും സെൻസിറ്റീവ് ആകുന്നതിനും മുമ്പൊക്കെ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, they were prudent. ദീർഘദൃഷ്ടിയുള്ളവരായിരുന്നു. അല്ലേ? നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളവരല്ലേ? രാജകിങ്കരന്മാർ ഓരോ കൂടാരത്തിന് ചുറ്റും ഹല്ലേലൂയ നടക്കുക. ഇസ്രായേലിലെ കൂടാരങ്ങൾക്ക് ചുറ്റും നടക്കുക. ഒരു പുരുഷ പ്രജയുണ്ടോ? ഒരു പുതിയ കുഞ്ഞുണ്ടായിട്ടുണ്ടോ? എന്തിനാ അതിനെ വലിച്ച് നൈൽ നദിയിൽ എറിയുവാൻ? ഈ നാളില് തലമുറകളെ നൈൽ നദിയിൽ എറിയുന്നത് പോലെ പൈശാചികൻ വലിച്ചെറിയുന്ന വലിയ പോരുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവദാസിമാരെ ഹല്ലേലൂയ ആ ഭാഗത്തേക്ക് വന്നില്ല. ഹല്ലേലൂയ. നാളിൽ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ തക്കോണം ബന്ധപ്പെട്ടോണം. ഹല്ലേലൂയ. നൈൽ നദിയിൽ എറിയുവാൻ തക്കോണം നടക്കുമ്പോൾ എങ്ങനെ 3 മാസം ഈ കുഞ്ഞിനെ കരയിക്കാതെ ആ കൊച്ചു ടെന്റിനകത്ത് ഇവർ വളർത്തി? നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാണും അല്ലേ? ഹല്ലേലൂയ. മൂത്തവര് 2 പേരുണ്ട്. ആരാ? അഹരോനും മിരിയാമും. അവരും കൊച്ചുങ്ങളായിരിക്കും. അവരോടും പറഞ്ഞു കാണും, ഒച്ചുവെക്കല്ലേ, ഒച്ചുവെക്കല്ലേ. ഹല്ലേലൂയ. അയലോക്കത്തൊന്നും ചെന്ന് പറയല്ലേ, അയലോക്കത്തൊന്നും ചെന്ന് പറയല്ലേ. അങ്ങനെ യോഖെബേദ് ഹല്ലേലൂയ അമ്രാം ദമ്പതികള് അവരുടെ തലമുറയെ വളർത്തി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 30 ലക്ഷം ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഹല്ലേലൂയ പുറപ്പെടുവിക്കാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന് ഉപയോഗിക്കേണ്ട പൈതലാ. ദൈവദാസിമാരെ ഞാൻ പറയട്ടെ, നമുക്ക് തന്ന പൈതങ്ങൾ വിലയേറിയവരാ. പ്രൈസ് ഗോഡ്. അവരെ ദൈവത്തിന് ശക്തമായി ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ നമ്മുടെ കണ്ണുനീര് വേണം. ഹല്ലേലൂയ. ലോകത്തിൽ അവരെന്തൊക്കെ നേടിയാലും ഹല്ലേലൂയ അവര് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നറിയുന്നതാ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം. ഹല്ലേലൂയ. ഇന്ന് എന്റെ മൂത്ത മരുമോന്റെ ബർത്ത്ഡേയാ. പ്രൈസ് ഗോഡ്. ഇന്നലെ ആ മൂത്ത മരുമോനും എന്റെ മൂത്ത ഗ്രാൻഡ് ചൈൽഡ്, ഷീസ് 20 years old. ഹല്ലേലൂയ. അവര് ഇംഗ്ലണ്ടിലാ. ഇന്നലെ അവർ 2 പേരും കൂടെ നിന്ന് ഒരു പാട്ട് ഇങ്ങോട്ട് അയച്ചു. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെയാ സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെയാ സന്തോഷം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളിലെ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ ഹല്ലേലൂയ they were training parents. ഹല്ലേലൂയ. ട്രെയിനിങ് കൊടുത്തു. ഈ മോളോട് പറഞ്ഞു കാണും, ഈ കൊച്ചിനെ കൊണ്ടുപോയപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് ഫറവോന്റെ പുത്രിയോട്. അതുകൊണ്ടല്ലേ ഈ അമ്മ അവിടെ പോയി ശമ്പളം മേടിച്ച് കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തിയത്. പ്രൈസ് ഗോഡ്. അവര് സാക്രിഫൈസിങ് പാരന്റ്സ് ആയിരുന്നു. എന്ത് ചെയ്തു? ഹല്ലേലൂയ. 3 കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ. അഹരോൻ ആരായിട്ട് തീർന്നു? പ്രൈസ് ഗോഡ്. മഹാപുരോഹിതനായിട്ട് തീർന്നു. മോശ ആരായിട്ട് തീർന്നു? ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മിരിയാം ആരായിട്ട് തീർന്നു? മിരിയാം പ്രൈസ് ഗോഡ് ഒരു പ്രവാചകിയായിട്ട് തീർന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെയൊക്കെ തലമുറകളെ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു സെന്റൻസ് ഇങ്ങനെ ഉണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന സെൻസാ, നമ്മൾ ഇന്നോ നാളെയോ അങ്ങ് പോവും. പ്രൈസ് ഗോഡ്. നമ്മളെ കർത്താവ് വിളിക്കും, നമ്മൾ ഇവിടുന്ന് പോവും. What legacy we leave behind. ഹല്ലേലൂയ. ഈസി അല്ല ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞേ പറ്റൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഇവിടെ ഒരു കണക്ക് ഞാൻ വായിച്ചു. ഹല്ലേലൂയ. അമേരിക്കയിൽ കഴിഞ്ഞ വർഷം സെൽഫി എടുത്ത് മരിച്ചവർ 270 പേര്. മലഞ്ചെരിവിലും ഹല്ലേലൂയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തും എല്ലാം പോയി നിന്ന് എടുത്തതാ. എന്തിനാ? കുറെ ലൈക്ക് കിട്ടണം. എന്നിട്ട് ഏറ്റവും ലൈക്ക് കിട്ടിയ കുഞ്ഞിനോട് എന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ he is the most discontented boy in the world. അതുപോലെ നിരാശയില്ല. പിന്നെ എന്തുവാ കാണിച്ചു കൂട്ടുന്നത്? ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 51 ഇങ്ങനെ പറയുന്നുണ്ട്, വലയിലാക്കപ്പെട്ട മാൻ പോലെ.
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വഴിത്തലക്കിലൊക്കെയും കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ വല, ഇന്റർനെറ്റിന്റെ അതിപ്രസരം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കേരളത്തിലാണെങ്കിൽ ഇപ്പം ലഹരി, ഹല്ലേലൂയ, നമുക്കൊന്നും അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആത്മഹത്യാ നിരക്ക് കൂടുതല്. അതുപോലെ ഹല്ലേലൂയ അധപ്പതിച്ചു പോകുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെ പ്രാർത്ഥനാ മുറികളൊക്കെ ഒന്ന് സജീവമാകണം. പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറണം. മനസ്സിലാക്കണം, ഹല്ലേലൂയ, പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്പോഞ്ച് പോലെ. സ്പോഞ്ച് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് മുക്കിയെടുത്താൽ അതിൽ നിന്ന് പിഴിഞ്ഞാൽ വെളിച്ചെണ്ണ കിട്ടും അല്ലേ? നാരങ്ങ വെള്ളത്തിനകത്തോട്ട് സ്പോഞ്ച് ഇട്ട് എഴുന്നേറ്റ് പിഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ വെള്ളം കിട്ടും. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് അവർ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. സോ വി ഷുഡ് ബി റോൾ മോഡൽസ് ബിഫോർ അവർ ചിൽഡ്രൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, അഡിക്ഷൻ ഉള്ള പിള്ളേര്, റിബല്യസ് ആയിട്ടുള്ള പിള്ളേര് പോട്ടെ, ഇതൊന്നുമില്ല. ഓസ്ട്രേലിയ ഡിഫറെന്റ് ആണെന്ന് നിങ്ങൾ പറയും, ശരി, ഓക്കെ, സമ്മതിച്ചു. എന്നാൽ ശാഠ്യവും മത്സരവും അനുസരണക്കേടും, വേദോസം വായിക്കാൻ പറയുമ്പോൾ മടി, ഒച്ചത്തിലുള്ള ധാർഷ്ട്യം, സംസാരവും, ഹല്ലേലൂയ, ഇതിന്റെ എല്ലാം പുറകിൽ ഓരോ ഭൂതശക്തി ഉണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, എത്ര ടെക്നോളജി ഹല്ലേലൂയ പുരോഗമിച്ചാലും നമുക്കൊരു ടെക്നോളജിയേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. നമ്മളെ തിരുവചനത്തിൽ കൂടെ ദൈവം പഠിപ്പിച്ച ടെക്നോളജി. പ്രൈസ് ഗോഡ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ കുഞ്ഞുങ്ങൾ മലയാളത്തിലൊക്കെ പാട്ട് പാടിയപ്പോൾ. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ. പ്രൈസ് ഗോഡ്. പ്രേം ഫാസിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളെ ആത്മീയമായിട്ട് ദൈവം വളർത്തട്ടെ. യുവജനങ്ങളെയൊക്കെ കർത്താവ് ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയും ഹല്ലേലൂയ നമ്മുടെ ആരാധനയും ഒക്കെ ഹല്ലേലൂയ ഭവനത്തിലെ പവർ ഹൗസസ് ആയിട്ട് മാറണം. മനസ്സിലാക്കണം, ഹല്ലേലൂയ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ആ സർപ്പം ഇന്നും ആക്റ്റീവാ. ഇന്നും അതിന്റെ വിഷശക്തി ഹല്ലേലൂയ നമ്മുടെ തലമുറകളിൽ ചീറ്റി വെക്കുവാൻ, ഹല്ലേലൂയ വിഷം കൊത്തുവാൻ ആ സർപ്പം ഇന്നുമുണ്ട്. ഇന്നും ആ സർപ്പം ആക്റ്റീവാ. അങ്ങനെ അത് കൊത്തിയാൽ എന്ത് പറ്റുമെന്നറിയാമോ? മക്കളെ ആരാധനയിൽ നിന്ന് അകറ്റും, മക്കളെ അപ്പനിന്നും അമ്മയെന്നും അകറ്റും. എന്നാൽ കരയുന്ന പ്രിയ മാതാവേ, നിന്റെ ഉഴൽച്ചകളെ ദൈവം എണ്ണുന്നുണ്ട്. നിന്റെ കണ്ണുനീര് അവൻ തുരുത്തിയിലാക്കി വെക്കുന്നുണ്ട്. അതെല്ലാം അവന്റെ പുസ്തകത്തിലുണ്ട്. അവൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 3 മിനിറ്റ് കൂടെ, ശരിയല്ലേ? 3 മിനിറ്റ് കൂടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഡേവിഡ് ലിവിങ്സ്റ്റൺ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ അവനെ മടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോ ഈ കണ്ണുനീരിങ്ങനെ ഇവന്റെ തലയിലോട്ട് വീഴും. അപ്പൊ കുഞ്ഞൊരു ദിവസം ചോദിച്ചു, ഇതെന്താന്ന്? അമ്മ വൈറ്റിയേഴ്സ്. ഹല്ലേലൂയ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ, എന്റെ കണ്ണുനീര് നിന്റെ തലയുടെ മുകളിൽ വീണാലുണ്ടല്ലോ, നിന്റെ തല നല്ല ഉരുക്ക് പോലെ ആകുമെന്ന് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. നമുക്കറിയാമോ, അവൻ ആഫ്രിക്കയിൽ മിഷണറി ആയിട്ട് പോയി. അനേക നരഭോജികളുള്ളിടത്ത് അവൻ ചെന്ന് അനേകരെ നരസ്നേഹികളാക്കി മാറ്റി. ഒരിക്കൽ ഹല്ലേലൂയ ഒരു ഗോത്രത്തലവനും ആൾക്കാരും കൂടെ അവനെ കുത്താൻ വേണ്ടി, അവനെ കൊല്ലാൻ വേണ്ടി ചുറ്റി വളഞ്ഞു നിന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ അവർക്ക് കുത്താൻ പറ്റിയില്ല. അവര് പറയുന്നത് ഹല്ലേലൂയ അവന്റെ മുഖം സൂര്യനെ പോലെ ഇരുന്നു. അവന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവർ കണ്ണു തുറന്നപ്പോൾ ഇവരെയാ കണ്ടത്. ഹല്ലേലൂയ. അവരെല്ലാം അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. അപ്പൊ ആ ഗോത്രത്തലവൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് നീ കുനിഞ്ഞു മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ കുന്തം കൊണ്ട് നിന്റെ തലയിൽ കുത്തുവാൻ വന്നപ്പോൾ എനിക്ക് തോന്നി നിന്റെ തല ഉരുക്കുപോലെ ഇരിക്കുന്നു എന്ന്. എന്റെ കുന്തം നിന്റെ തലയിൽ കൊണ്ടാൽ അത് ഒടിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ നിന്റെ തലയിൽ കുത്തിയില്ല. ഹല്ലേലൂയ. പ്രിയ മാതാവേ, നിന്റെ വായിന്ന് വരുന്ന വാക്ക്, നിന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന വാക്കുണ്ടല്ലോ, ഹല്ലേലൂയ, അത് അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. താന് ഇലാല എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ആ സ്ഥലത്ത് തന്നെ അവസാനം മരിച്ചാ കാണുന്നത്. ആ സമയത്തും താന് ഹല്ലേലൂയ ഒരു കട്ടിന്മേൽ മുട്ടുകുത്തി, കട്ടിലേലോട്ട് ചാരി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എബ്രഹാം ലിങ്കന്റെ സത്യസന്ധത കണ്ട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, പ്രൈസ് ഗോഡ്, ഹൗ ക്യാൻ യു ബി ലൈക്ക് ദിസ്? അവൻ പറഞ്ഞു, പ്രൈസ് ഗോഡ്, എന്റെ അമ്മ നാൻസി ലിങ്കൻ, when he was 9 years old in 1818 നാൻസി died. ഹല്ലേലൂയ. ആ 9 yearsന് മുമ്പ് തന്നെ പ്രൈസ് ഗോഡ് അമ്മ പറഞ്ഞു, എന്നെ എക്സോഡസ് 20 എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ താൻ യൂത്ത് ആയിരുന്ന കാലത്ത്, ടീനേജർ ആയിരുന്ന കാലത്ത് അവർ ഒരുമിച്ച് നിന്ന് കുറെ പേര് ഇങ്ങനെ ഹല്ലേലൂയ, എനിക്ക് ഈ വേർഷനാ ഇഷ്ടം, എനിക്ക് NLT, എനിക്ക് KJV, എനിക്ക് NIV എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രൈസ് ഗോഡ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഐ ലൈക്ക് മൈ മദേഴ്സ് ട്രാൻസ്ലേഷൻ, ബിക്കോസ് whatever she tells, whatever she reads, she translates that into her life. അതാരായിരുന്നറിയാവോ? എബ്രഹാം ലിങ്കൻ ആയിരുന്നു.
ദൈവമക്കളെ, നമുക്ക് ശ്രമിക്കാമേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ. ഞാൻ എന്നോടും കൂടാ പറയുന്നത്. പ്രൈസ് ഗോഡ്. 4 മക്കളുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഭാര്യമാര് 2 പെണ്ണും 2 ആണുവാ. പ്രൈസ് ഗോഡ്. അങ്ങനെ 8 മക്കളുണ്ട്. പ്രൈസ് ഗോഡ്. 6 കൊച്ചുമക്കളുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവരുടെ എല്ലാം മുമ്പിൽ നമുക്ക് മാതൃകയായിട്ട് ജീവിച്ച് ഹല്ലേലൂയ നിത്യതയിലേക്ക് പോകാൻ തക്കോടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രേംകുമാർ പാസ്റ്ററിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. വല്ലപ്പോഴും നിങ്ങൾ ഓർക്കുമ്പോൾ പ്രൈസ് ഗോഡ് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ് ആന്റി. അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് എല്ലാവർക്കും കേൾക്കുവാനായി ദൈവം സഹായിച്ചു. ആന്റിക്ക് ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ദൈവോട് സഹായിച്ചത് നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമ്മൾ കേട്ടല്ലോ. യേശു ഒരു ഭവനത്തിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമ്മൾ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചോദ്യങ്ങൾ മാറും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതിലും നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ ചോദ്യത്തിന് എല്ലാത്തിനും നമുക്കൊരു ആൻസർ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കും. ഹൃദയത്തിന്റെ ദുഃഖങ്ങൾ, ഏതുവിധമായ ദുഃഖങ്ങളാണെങ്കിൽ ദുഃഖങ്ങൾ മാറിപ്പോകുമെന്ന് നമ്മൾ കേട്ടു. കുറവ് പരിഹരിക്കും. രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെയും വചനം വായിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ കേട്ടു. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏത് വിഷയങ്ങളാണ് നമ്മളെ അലട്ടുന്നത്, ഏത് ഭാരങ്ങളാണ്, കുഞ്ഞുങ്ങളെ ഓർത്താണോ, ജോലിയെ ഓർത്താണോ, രോഗത്തിന്റെ അവസ്ഥയിലാണോ, ഏത് വിഷയങ്ങളാണെങ്കിലും ദൈവസ്ഥാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മൾ വായിച്ചതുപോലെ നീ എന്റെ ഉഴൽച്ചുകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? നമ്മുടെ ഒരു തുള്ളി കണ്ണുനീരാണെങ്കിലും കർത്താവ് അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ്. തക്ക സമയത്ത്, കർത്താവിന്റെ സമയത്ത് നമുക്ക് അതിനുള്ള എല്ലാ മറുപടികളും ദൈവം നമുക്ക് ദാനമായി തരും. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ മധ്യത്തിന്മേലെല്ലാം നമ്മൾ ഈ ദിവസങ്ങൾ പേരൻസ് ആയ നമ്മളെല്ലാവരും ഒരു മാതൃകയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ പ്രെയർ നമുക്ക് ഈ ദിവസങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ കേട്ടു. ഈ ദിവസങ്ങൾ അധികം വർദ്ധിക്കുവാൻ വേണ്ടി മെസ്സേജ് കേട്ട് നമ്മൾ പോകുന്നവരായിട്ടല്ല, നമ്മൾ ഈ ദിവസങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നടക്കുവാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഒരു പാട്ടും കൂടെ പാടി നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാം. അതിനായിട്ട് ഞാൻ ECC കൊയറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ.